അപ്പോൾ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വചനങ്ങൾ വായിക്കാമോ? മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങൾ വായിക്കാം. അത് ഹെരോദാവ് കേട്ടാറേ, ഞാൻ തല വെട്ടിച്ച യോഹന്നാനാകുന്നു അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹെരോദയെ പരിഗ്രഹിച്ചതുകൊണ്ട് അവൾ നിമിത്തം ആളയച്ച് യോഹന്നാനെ പിടിച്ച് തടവിലാക്കിയിരുന്നു. സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് യോഹന്നാൻ ഹെരോദാവോട് പറഞ്ഞിരുന്നു. ഹെരോദയോ അവൻ്റെ നേരെ പകവച്ച് അവനെ കൊല്ലുവാനും ഇച്ഛിച്ചു, സാധിച്ചില്ലതാനും. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് ഹെരോദാവ് അറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. അവൻ്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോന്നു. എന്നാൽ ഹെരോദാവ് തൻ്റെ ജനനോത്സവത്തിൽ തൻ്റെ മഹത്തുക്കൾക്കും സഹസ്രാധിപകൾക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് കഴിച്ചപ്പോൾ ഒരു തരം വന്നു. ഹെരോദയുടെ മകൾ അകത്ത് ചെന്ന് നൃത്തം ചെയ്തു ഹെരോദാവിനെയും വിരുന്നുകാരെയും പ്രസാദിപ്പിച്ച സമയം. മനസ്സുള്ളത് എന്തെങ്കിലും എന്നോട് ചോദിച്ചു കൊള്ളുക, നിനക്ക് തരാം എന്ന് രാജാവ് ബാലയോട് പറഞ്ഞു. എന്ത് ചോദിച്ചാലും രാജ്യത്തിൽ പകുതിയോളമായാലും നിനക്ക് തരാം എന്ന് സത്യം ചെയ്തു. അവൾ പുറത്തിറങ്ങി അമ്മയോട്, ഞാൻ എന്ത് ചോദിക്കണം എന്ന് ചോദിച്ചതിന് യോഹന്നാൻ സ്നാപകൻ്റെ തല എന്ന് അവൾ പറഞ്ഞു. ഉടനെ അവൾ ബന്ധപ്പെട്ട് രാജാവിൻ്റെ അടുക്കൽ ചെന്ന്, ഇപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകൻ്റെ തല ഒരു തളികയിൽ തരയണം എന്ന് പറഞ്ഞു. രാജാവ് അതിദുഃഖിതനായി, എങ്കിലും ആണയെയും വിരുന്നുകാരെയും വിചാരിച്ച് അവളോട് നിഷേധിപ്പാൻ മനസ്സില്ലാഞ്ഞു. ഉടനെ രാജാവ് ഒരു അകമ്പടിയെ അയച്ച് അവൻ്റെ തല കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ പോയി തടവിൽ അവനെ ശിരച്ഛേദം ചെയ്തു. അവൻ്റെ തല ഒരു തളികയിൽ കൊണ്ടുവന്നു ബാലയ്ക്ക് കൊടുത്തു. മതി, ഈ ഭാഗം നമ്മൾ ഇത്രയും ഇന്ന് ധ്യാനിക്കില്ല. ഇതാണ് സംഭവം. നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ് നമുക്കെല്ലാവർക്കും. ഇതിനകത്ത് നമ്മൾ ഈ ഭാഗത്തെത്തി കഴിഞ്ഞ ഇതുവരെ ധ്യാനിച്ച് നമ്മൾ ഈ ഭാഗത്തെത്താണ്. ഹെരോദാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തി, യോഹന്നാൻ്റെ തല വെട്ടിയ ഒരു പ്രവൃത്തിയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഈ സംഭവത്തിനകത്ത് മുമ്പ് അവിടെ നമ്മൾ വായിച്ചു കേട്ടു, യേശുവിനെ പറ്റി ആരാണ് എന്നൊക്കെ ഒരു ചർച്ച ഉണ്ടാകുന്നു. അപ്പോൾ ആ ചർച്ചയ്ക്കൊടുവിൽ ഈ ഹെരോദാവ് പറയുന്നു, ഞാൻ തലവെട്ടി യേശുവിനെ പറ്റി പറയുമ്പോൾ, യേശു ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് പറയാണ്, ഞാൻ തലവെട്ടി യോഹന്നാനായിരിക്കാം, വീണ്ടും ജനിച്ച് വന്നതായിരിക്കാം എന്നിങ്ങനെ ഒരു സംശയം ഹെരോദാവ് പറയാണ്. എന്നിട്ടാണ് ഹെരോദാവ് ചെയ്ത ഒരു ആക്ടിനെ പറ്റി അവിടെ വിവരിക്കുകയാണ്. യോഹന്നാൻ്റെ തല വെട്ടിക്കളഞ്ഞതിനെ പറ്റി പറയുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈ പ്രത്യേക പീരീഡിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതായത് ഹെരോദാവ് എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതായത് അതിൽ വ്യാപരിച്ചിരുന്ന ഒരു സ്പിരിറ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ, ഇനി വരാൻ പോകുന്ന ദിവസം, നമുക്കിനി 3 ആഴ്ച നിങ്ങൾക്ക് അടുത്ത നമ്മൾ ബൈബിൾ സ്റ്റഡി ഇവിടെ കൂടുന്നത് 3 ആഴ്ചയ്ക്ക് ശേഷമാണ്. നമുക്ക് ഈ മാസം 5 ആഴ്ച ഉള്ളതുകൊണ്ട് ഒരാഴ്ചയോടെ ഗ്യാപ്പ് വരും. അപ്പോൾ അടുത്ത മാസം 1-ാമത്തെ ഞായറാഴ്ച 3 ആഴ്ച സമയമുണ്ട്. നിങ്ങൾക്ക് ഇത് തന്നെ ധ്യാനിക്കാമല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ കവിഞ്ഞ് മറ്റത് ധ്യാനിക്കും. പക്ഷേ ഞാനീ പറയുന്ന വചനങ്ങൾ, കുറച്ച് വചനങ്ങൾ ഞാൻ ഇതിനകത്ത് പറയും. ഇത്രയും വചനങ്ങൾ നിങ്ങൾ ധ്യാനിക്കണം. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളും നിങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഈ സ്പിരിറ്റുകളെ പുറത്താക്കി കളയണം. എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഈ പ്രസംഗം എടുത്തിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ പറയുന്ന അശുദ്ധാത്മാക്കൾ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണ്ട, നിങ്ങളങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി കേട്ടോ. ഇങ്ങനെ തള്ളിക്കളയുക, ഈ സാധനങ്ങൾ വിട്ടുകളയുക. ഹെരോദാവിൽ വ്യാപരിച്ചിരുന്ന അശുദ്ധാത്മാക്കളാണ്. യേശുക്രിസ്തു ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഹെരോദാവിൻ്റെ പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? ഹെരോദാവിൻ്റെ പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുക. മറ്റ് 2 പുളിച്ച മാവുണ്ട്. ഏതൊക്കെയാണ്? പരീശന്മാരുടെ പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുക, സദൂക്യരുടെ പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുക. ഇങ്ങനെ 3 പുളിച്ച മാവുകളെ പറ്റി യേശു പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് ഹെരോദാവിൻ്റെ പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുക. ആ പുളിച്ച മാവ് എന്താണ്? അതാണ് ഈ ഹെരോദാവ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഹെരോദാവ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ, നമുക്കറിയാം, അദ്ദേഹം ഈ യോഹന്നാൻ്റെ തലവെട്ടി മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന അശുദ്ധാത്മാക്കൾ, പുളിപ്പ് എന്താണ്? ഈ പുളിപ്പ് അദ്ദേഹത്തിൽ മാത്രമല്ല നമ്മളിൽ ഉള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ ചില സംഗതികൾ നമ്മളിലുള്ളതാണ്. ഇത് കണ്ടെത്തി ഇതിനെ തള്ളിക്കളയണം. ഇല്ല എങ്കിൽ മാത്രമേ നമുക്കൊരു പൂർണ്ണ വിടുതൽ കിട്ടത്തുള്ളൂ. ഇതുപോലെ തന്നെ നമ്മളിനി അടുത്ത ഏതെങ്കിലും ഒരു സെഷൻ വരുന്ന സമയത്ത് പരീശന്മാരുടെ പുളിച്ചമാവും സദൂക്യരുടെ പുളിച്ചമാവും നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ ഹെരോദാവ് വന്നപ്പോൾ നമ്മളത് എടുക്കുകയാണ്. ഓക്കെ, ഇതിനകത്തുള്ള സംഭവങ്ങൾ എന്താണ്, ഹെരോദാവിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, എന്തുകൊണ്ട് ഹെരോദാവ് യോഹന്നാൻ്റെ തലവെട്ടി, അവിടെ സംഭവിക്കാൻ കാരണം എന്താണ്? വലിയൊരു മനുഷ്യനായ യോഹന്നാനെ, ഇത്രയും വിശുദ്ധനായ മനുഷ്യൻ്റെ തലവെട്ടാനുള്ള കാരണം എന്താണ് അദ്ദേഹത്തിൽ വ്യാപരിച്ച ശക്തികൾ എന്തൊക്കെയാണ്? അതിനകത്ത് ഒരു വചനം വായിക്കുമ്പോൾ മർക്കോസ് സുവിശേഷം 6:16 മുതൽ ഒന്നുകൂടെ വായിച്ചേ.
മർക്കോസ് സുവിശേഷം 6:16 മുതൽ. അത് ഹെരോദാവ് കേട്ടാറെ, ഞാൻ തല വെട്ടിച്ച യോഹന്നാനാകുന്നു അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദാവിന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദിയെ പരിഗ്രഹിച്ചതുകൊണ്ട് ഹെരോദാവിന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യയെ ഇദ്ദേഹം പരിഗ്രഹിച്ചു. അദ്ദേഹം തെറ്റായി അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഭാര്യയെ അടിച്ചു മാറ്റി കൂടെ പാർപ്പിച്ചിരിക്കുകയാണ്. അതായത് ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മനുഷ്യനുണ്ടായിരുന്ന ജഡീക മോഹമാണ്, ജഡമോഹം. വളരെ ശ്രദ്ധിച്ചോളണം ഈ കാര്യം. ജഡമോഹം എന്ന് പറയുന്ന സമയത്ത് ഒരു തെറ്റായ വിവാഹം കഴിച്ചൊന്ന് മാത്രം എടുക്കരുത്. ജഡീകമായ ആഗ്രഹങ്ങൾ, ലൗകികമായ മോഹങ്ങൾ, ഇതിനകത്തൊരു ലൈംഗിക മോഹം അദ്ദേഹത്തിനുണ്ടായിരിക്കാം, മറ്റേതെങ്കിലും ജഡത്തെക്കുറിച്ച് ഈ ലോകത്ത് താമസിക്കുന്ന സമയത്തുള്ള ജഡീകമായ മറ്റെന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ അദ്ദേഹത്തിനുണ്ട്. എന്തായിരുന്നാലും ജഡമോഹമുള്ളൊരു മനുഷ്യൻ, ജഡത്തിൻ്റെ ദാഹത്തെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിരിക്കുന്നുവെങ്കിൽ അദ്ദേഹം ചെന്ന് കയറുന്നത് എപ്പോഴും ഒരു പാപത്തിൽ തന്നെ ആയിരിക്കും. എവിടെയെങ്കിലും ഒരു പാപത്തിൽ ചെന്നുപെടും എന്നെങ്കിലും. ഇതാണ് നമ്മുടെ കുഴപ്പം. അതാണ് ഞാൻ ഇതിനെ പുറത്താക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞത്. കാരണം നമ്മൾ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷൻ നിങ്ങൾ പ്രാർത്ഥിച്ചങ്ങ് പോകും, നന്നായിട്ട് പ്രാർത്ഥിച്ച് കുഴപ്പമൊന്നുമില്ലാതെ പോകും. പക്ഷേ നിങ്ങൾ ജഡമോഹത്തിൻ്റെ അശുദ്ധാത്മാക്കൾ നിങ്ങളിൽ ഇരിപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ അതിനകത്ത് വീഴും. നിങ്ങളെ സാത്താൻ അതിനകത്ത് വീഴ്ത്തിയിരിക്കും, ഉറപ്പാണ്. അത്രയും അതുകൊണ്ടാണ് കർത്താവ് നമ്മളടുത്ത് പറയും, ഇതിനെ കംപ്ലീറ്റ് എടുത്ത് മാറ്റുക, കംപ്ലീറ്റ് ഇതിനെ പുറത്താക്കി ക്ലീൻ ചെയ്ത് കളയാം. നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിച്ചു പോകും ഞാൻ എന്ന് പറഞ്ഞ ഒരു പീരീഡ്, ചിലപ്പോൾ നിങ്ങൾ ഒരു മാസം 2 മാസം ചിലപ്പോൾ 1 വർഷം പ്രയറിൽ നിങ്ങൾ പോകാം, നന്നായിട്ട് പോകാം. കാരണം എന്താണ്? ചില വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും, ചില കഷ്ടതകൾ ഉണ്ടായിരിക്കാം, ചില ശോധനകൾ കാണും, ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധി ഉള്ളപ്പോൾ എന്ത് ചെയ്യുമോ, നമ്മൾ പ്രാർത്ഥിച്ചു പോകും, നന്നായിട്ട് പോകും. നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ പോകും, നല്ല സുഖമായിരിക്കും, നല്ല പ്രാർത്ഥിക്കും, നല്ല വിശുദ്ധരായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി, നിങ്ങൾ ലോകത്തിൽ കൂടുതൽ ഇൻവോൾവ് ആയി, നിങ്ങൾ ടെൻഷൻസൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഈ പ്രയർ ലൈഫ് താഴ്ന്നിട്ട് ഈ അകത്തിരിക്കുന്ന സംഭവങ്ങൾ ആക്റ്റീവ് ആവാൻ തുടങ്ങും. ഒളിച്ചിരിക്കും അവർ ഇത്രയും നാൾ. നിങ്ങളിലുണ്ടായിരുന്ന ജഡിക സ്വഭാവങ്ങൾ, അശുദ്ധികൾ, സ്വഭാവങ്ങൾ എല്ലാം അകത്തിരിക്കും, അവരൊന്നും പോകത്തില്ല. ഇപ്പോൾ അറിയാത്തതിന് റീസൺ നിങ്ങളുടെ ഭാരം മോളിൽ കിടക്കുന്നതുകൊണ്ടോ മറ്റേതെങ്കിലും വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ അറിയാത്തതാണ്. അതകത്തിരിക്കും, അകത്തിരുന്നിട്ട് അതവിടെ തന്നെ ഇരിക്കുന്നു. നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചിങ്ങനെ പോകുന്നു, പക്ഷേ ഒരു സമയം നിങ്ങൾ ഈ പ്രശ്നം സോൾവ് ആവണമെന്ന് എഴുന്നേറ്റ് വരികയും നിങ്ങൾ അടിച്ചെടുക്കുകയും ചെയ്യും, ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് എപ്പോഴും എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നവരായിക്കൊള്ളട്ടെ, വിശുദ്ധരായിക്കൊള്ളട്ടെ, ഈ പോയിന്റ് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ജഡമോഹത്തിൻ്റെ അശുദ്ധാത്മാക്കളെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം ഈ കാലഘട്ടത്തിൽ. അതാണ് ഈ 40-45 ദിവസം കൊണ്ട് ഇതിനിടയിൽ ദൈവം നമ്മളെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആരും പരിശുദ്ധരല്ല, ശുദ്ധീകരണ പ്രോസസ്സിലൂടെയാണ്. ജഡമോഹത്തിൽ ശുദ്ധീകരണത്തിലെത്താനായിട്ടുള്ള വചനം, ഒറ്റ വചനമേ തരുന്നുള്ളൂ. അത് ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം. ഒന്ന് വായിക്കാമോ? ഗലാത്യർക്കെഴുതിയ ലേഖനം 5:16 മുതൽ വായിക്കണം. ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞ് താഴ്ത്തു പോകും. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് വേദവസം പറയുന്ന ഒരു കാര്യമാണ്. ജഡത്തിന്റെ മോഹം നിവർത്തിക്കരുത് എന്ന് പറയാണ്. ആത്മാവിനനുസരിച്ച് നടന്നാൽ ജഡമോഹം നിവർത്തിക്കില്ല എന്ന്. ജഡമോഹം എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി മോഹങ്ങൾ, ഈ ലോകപരമായിട്ടുള്ള അനേകം ആഗ്രഹങ്ങൾ, മോഹങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ വേദപുസ്തകം പറഞ്ഞു ജഡത്തിൻ്റെ മോഹങ്ങളെല്ലാം കൊടുക്കരുത് എന്നാണ്. ജഡം പെട്ടെന്ന് ഭക്ഷണത്തിന് കൊതി ആർത്തി കാണിച്ച് കൊടുക്കരുത്. വിശപ്പാണെങ്കിൽ ആഹാരം കഴിക്കുന്നുള്ളൂ, അതിൽ കൊതിക്ക് കൊടുക്കാൻ പാടില്ല. അത് ജഡത്തിൻ്റെ മോഹമാണ്, എങ്കിൽ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റണം. കൺമോഹം, ചിലത് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് കണ്ണുകൾ കൊണ്ട് കാണാനായിട്ട് നിങ്ങൾ ടെൻഡൻസി തരുന്നുവെങ്കിൽ ആ ജഡമോഹത്തെ ക്രൂശിക്കണം, കൊടുക്കരുത്. ആത്മാവിന് ഇഷ്ടമില്ലാത്തൊരു സംഭവം ആ ജഡം മോഹിക്കുന്നുവെങ്കിൽ അതിനെ തകർത്ത് കളയണം. ഇത് വേദപുസ്തകം പറയുന്ന ഒരു കാര്യമാണ്. പോട്ടെ താഴട്ട്. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിന് വിരോധമായിരിക്കുന്നു. ഇവർ തമ്മിൽ വിരോധമാണ്. ആത്മാവിന് ഇഷ്ടമില്ലാത്ത സംഭവമാണ് ജഡത്തിൻ്റെ മോഹമല്ല. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നില്ല, ജഡമോഹത്തിലാണ്. അത് വേണം, ഇത് വേണം, അത് കാണണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ കഴിക്കണം, ഇങ്ങനെ കുടിക്കണം, ഇതെല്ലാം ജഡത്തിൻ്റെ ഇഷ്ടങ്ങളാണ്. അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ എല്ലാം ജഡത്തിൻ്റെ ഇഷ്ടങ്ങളാണ്, ആത്മാവിൻ്റെ അല്ല. അപ്പോൾ ഇവർ തമ്മിലാണ് ഭയങ്കര വിരോധമാണ്. ആത്മാവിനാണെങ്കിൽ ഈ ലോകത്തിൻ്റെ കാഴ്ചകളും പരിപാടികളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇവർ തമ്മിൽ എന്നൊരു ക്ലാഷാണ്. നമ്മളിപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നത് ആത്മാവിലേക്കാണ്. ആത്മാവിന് എന്താണോ ഇഷ്ടമുള്ളത് അതിനെ കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോ, ഈ നോമ്പ് കാലഘട്ടം ഇതൊരു ട്രെയിനിങ് പീരീഡാണ് ഈ കാലഘട്ടം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഭക്ഷണം തന്നെ മാറ്റി ക്രമീകരിക്കുന്ന അനേകം ആൾക്കാരുണ്ടല്ലേ. എന്തുകൊണ്ടാണ്? ജഡത്തിൻ്റെ ഇഷ്ടമുള്ളൊരു സാധനത്തെ കൊടുക്കാതിരിക്കുകയാണ് നമ്മൾ. ശരിക്കും നമുക്ക് ആഗ്രഹമില്ലേ? ഇപ്പോൾ നോമ്പൊക്കെ ആദ്യമായിട്ട് ഭക്ഷണത്തിൽ ക്രമം വരുത്തിയവർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പലരും കുറേ ദിവസം കഴിയുമ്പോൾ 5 ദിവസം 10 ദിവസം കഴിയുമ്പോൾ ആഗ്രഹം ഇങ്ങനെ വരും അല്ലേ, പല ഭക്ഷണവും കഴിച്ചെങ്കിൽ.
ഫസ്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ട് വരും. കഴിച്ചെങ്കിൽ കുറച്ചുകൂടെ ഇന്ന ആഹാരം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കും. എന്തുകൊണ്ടാണ്? ജഡത്തിൻ്റെ ആഗ്രഹമാണത്. നമ്മൾ കൊടുക്കില്ല. എന്തുകൊണ്ട് കൊടുക്കില്ല? 40 ദിവസം നമ്മൾ നിർബന്ധമായിട്ട് നോമ്പാണ്, അപ്പോൾ ഈ കാലഘട്ടം നമ്മൾ ചെയ്യത്തില്ല എന്ന് ഒരു തീരുമാനം നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? ജഡത്തെ ക്രൂശിക്കുകയാണ്. ഇതൊരു നല്ല പോയിൻ്റാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? അങ്ങനെ നിങ്ങൾ ക്രൂസിഫൈ ചെയ്ത് ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാതെ ആത്മാവിന് കൊടുക്കുന്നു. ആത്മാവിന് എന്ത് കൊടുക്കുന്നു? നമ്മൾ വചനം, അല്ലേ? രാവിലെ എഴുതിക്കുന്നു, ഒരു വചനം ബൈ ഹാർട്ട് ചെയ്യുന്നു, പറഞ്ഞുകൊണ്ട് ചിന്തിച്ചിട്ട് രാത്രി ഉറങ്ങുമ്പോഴും ധ്യാനിച്ച് ഉറങ്ങുന്നു. കണ്ടോ? നിങ്ങൾ ആർക്ക് കൊടുത്തു? ഭക്ഷണം ആർക്ക് കൊടുത്തു? ആത്മാവിന് കൊടുത്തു. ജഡത്തിന് കൊടുത്തോ? കൊടുത്തില്ല. ജഡം മോഹിച്ച സാധനം കൊടുത്തില്ല. ആത്മാവിന് മോഹിച്ച കൊടുത്തു. മനസ്സിലായോ വ്യത്യാസം? അതാണ് ഈ 40-45 ദിവസം കൊണ്ട് നിങ്ങളുടെ സ്പിരിറ്റ്, ആത്മാവ് കയറി സ്ട്രോങ് ആവും. മനസ്സിലായി? ജഡം ഒന്ന് താഴ്ന്ന് ആത്മാവ് സ്ട്രോങ് ആകും. മറ്റേ നമ്മൾ ചിക്കനും മട്ടനും മീനും ഒക്കെ കഴിച്ച് നല്ല ജഡം നല്ല സ്ട്രോങ് ആണ്, ആത്മാവും ബലഹീനമാണ്. ഉറങ്ങി ചത്ത് ഉണങ്ങി മെലിഞ്ഞ് നശിച്ചിരിക്കുന്ന ആത്മാക്കളാണ്. നല്ല ആഹാരം കൊടുക്കുന്നില്ല. കാരണം വചനം കൊടുക്കാതെ ആത്മാവിനൊന്നും കിട്ടത്തില്ല. ലോകപ്രകാരമായിട്ടുള്ള എല്ലാ അറിവും, നിങ്ങൾ പത്രം വായിച്ചാലും TV വായിച്ചാലും ഇതൊന്നും നിങ്ങളുടെ ആത്മാവിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നില്ല, ജഡത്തിനെ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വചനം ചെയ്യുന്നവർ നിങ്ങളൊക്കെ നിങ്ങളുടെ ആത്മാവ് വളരെ സ്ട്രോങ് ആവുകയാണ്. ഏറ്റവും സ്ട്രോങ് നിങ്ങളുടെ ആത്മാവാണ്. ആത്മാവ് ബലമുള്ളതാണെങ്കിൽ ആർക്ക് നിങ്ങളെ തകർക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ജഡത്തിനുള്ളത് കൊടുക്കാതെ ആത്മാവിനുള്ളത് കൊടുക്കുന്നു. ഓക്കെ, വായിച്ചോ. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൽ കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്. ശരി, അവിടെ നിന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയും 15 സാധനങ്ങൾ, 15 കാര്യങ്ങളും എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങൾ ഇന്ന് പുറത്താക്കണം. ഓക്കെ, ജഡത്തിൻ്റെ പ്രവൃത്തികളോ, വായിച്ചോ കേട്ടോ. ഒന്ന്, ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. മതി, കണ്ടോ? അവിടെ 15 ഉണ്ട്. ഓക്കെ, 15 എടുത്ത് പ്രാർത്ഥിക്കണം. അതാണ് നമ്മുടെ അസൈൻമെൻറ്റ്. 15 എടുത്ത് പ്രാർത്ഥിക്കും. ചുമ്മാ വായിച്ചിട്ട് ജഡത്തിൻ്റെ പ്രവൃത്തി പറയരുത്. കാരണം ഓരോന്നും ഓരോരുത്തരിലും ഇരിക്കുന്ന സാധനങ്ങളാണ്. ദുർനടപ്പ്, തെറ്റായ നടപ്പ്, ഇപ്പോൾ നടക്കുന്നതാവാം, മുൻകാലങ്ങളിൽ നടന്നതാവാം. മനസ്സിലായോ? ഇപ്പോൾ നടക്കുന്ന രീതികളാവല്ല മുൻകാലങ്ങൾ നടന്നത്. കാരണം മുൻകാലങ്ങളിൽ നിങ്ങൾ നടന്നിരുന്ന സമയം ദുർനടപ്പിലൂടെ പോയിട്ടുണ്ടെങ്കിൽ, തെറ്റായ ജീവിതക്രമങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിശദീകരിക്കുന്നില്ല എന്തൊക്കെയെന്ന്, പല ദുർനടപ്പിലൂടെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേൽ അശുദ്ധാത്മാക്കൾ അവകാശം എടുത്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത്. അവർ പാപങ്ങൾ ഒന്നുകൂടെ ഏറ്റു പറയാൻ കുഴപ്പമില്ല. എവിടെയെങ്കിലും നിങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ഒന്നുകൂടി ഈ കാലഘട്ടത്തിൽ ഏറ്റു പറയുക. എന്നിട്ട് അതിൻ്റെ മേൽ, അതിലൂടെ എൻ്റെ മേൽ വന്ന എല്ലാ അശുദ്ധാത്മാക്കളും കർത്താവ് യേശുവിൻ നാമത്തിൽ എന്നെ വിട്ടു പോകാൻ കൽപ്പിക്കുക. നിങ്ങൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. എന്നിട്ട് നമ്മൾ പറഞ്ഞ വചനങ്ങൾ, നിങ്ങളിപ്പോൾ ഏകദേശം 12ഓളം വചനങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അല്ലേ? 12ഓളം വചനങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ വചനങ്ങൾ, ഈ പഠിച്ച വചനങ്ങൾ ഈ പ്രയറിനകത്ത് യൂസ് ചെയ്യണം. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ വെറുതെ പ്രാർത്ഥിച്ചതൊന്നും പോകത്തില്ല, വിടുതൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. പക്ഷേ ഈ വചനം യൂസ് ചെയ്യണം. അതാണ് ഈ വചനം അകത്തുള്ളവർക്കേ ബലമുള്ളൂ. അതാണ് വചനം ബൈ ഹാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ വചനം എടുത്തുകൊണ്ട് വെച്ചിട്ട് നിങ്ങൾ നിൽക്കേണ്ടി വരും. പകലൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഈ അശുദ്ധാത്മാക്കളെ പുറത്താക്കാം. ദുർനടപ്പുള്ള ആൾക്കാർ, അവരുടെ ജീവിതത്തിന് ചില ദുർനടപ്പുണ്ട്, എനിക്ക് മാറാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവർ നടക്കുമ്പോഴും വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും എവിടെയെങ്കിലും പോകുമ്പോഴും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. ദുർനടപ്പിൻ്റെ അശുദ്ധാത്മാക്കളെ കർത്താവ് യേശുവിൻ നാമത്തിൽ എന്നെ വിട്ടു പോകുക. എന്നിട്ട് നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പഠിച്ച വചനങ്ങൾ, കർത്താവിൻ്റെ കൂടെയുണ്ട് എന്നുള്ള വചനങ്ങളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ധൈര്യപ്പെടുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വചനങ്ങളുണ്ടല്ലേ. അതിനതെല്ലാം പ്രോമിസിങ് വേർഡ്സാണ് തന്നിട്ടുള്ളതെല്ലാം. വളരെ ശക്തമായ വചനങ്ങളാണ്, അനുഗ്രഹത്തിൻ്റെ വചനങ്ങളാണ്, സംരക്ഷണത്തിൻ്റെ വചനങ്ങളാണ്. ഈ വചനങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുകയും ഇതിനെ മാറ്റുകയും ചെയ്യാം. ദുർനടപ്പ് അതെടുത്ത് പറയാം. അതുപോലെ തന്നെ അശുദ്ധി, ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധികളുള്ളവർ, അശുദ്ധമായ കാര്യങ്ങൾ ഉള്ളവർ, ഏത് അശുദ്ധിയാണോ നിങ്ങളെ ഭരിച്ചിരിക്കുന്നത് കണ്ടെത്തുക. ഇപ്പോൾ തെറ്റായ വീഡിയോസ് കാണുന്നവർ, സംസാരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ അശുദ്ധമായ പ്രവൃത്തികളുള്ളവർ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്ത് പറഞ്ഞ് അതിൻ്റെ മേലുള്ള അശുദ്ധാത്മാക്കൾ, ശ്രദ്ധിച്ച്, നിങ്ങളൊരു പക്ഷേ പാപമേറ്റ് പറഞ്ഞവരായിരിക്കാം. ഒരു അശുദ്ധമായ പ്രവൃത്തി എന്നിലുണ്ടായിരുന്നു, പാപമേറ്റ് പറഞ്ഞിട്ടുണ്ടാവാം, കർത്താവ് ക്ഷമിച്ചു, ഒരു പ്രശ്നമില്ല. പക്ഷേ അതിൻ്റെ മേലുള്ള ദുരാത്മാക്കൾ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടാവില്ല. അവർ നമ്മളിൽ തുടരാം. അത് കർത്താവാണ് അതിനൊരു ഡെലിവറൻസ് നമുക്ക് തരേണ്ടത്. മനസ്സിലായോ? പക്ഷേ നിങ്ങൾക്ക് സീസണുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് വെച്ച് പ്രാർത്ഥിച്ചിരിക്കണം. പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവാണ് ഡെലിവറൻസ് തരേണ്ടത്, എടുത്തു കളയുന്ന ദൈവമാണ്.
പക്ഷേ ദൈവം നമ്മളെ ക്ഷമിച്ചില്ല എന്നല്ല, ക്ഷമിക്കുകയും നിങ്ങളുടെ ആത്മാവിന് ചൈതന്യം വരുത്തുകയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇത് പാപം ചെയ്തു പോയി, പണ്ട് പാപം ചെയ്തു പോയി എന്നൊരിക്കലും ചിന്തിക്കൽ. ഇപ്പോൾ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷേ ഈ സാധനം പോയില്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ അറ്റാക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഇത് പോകണമെന്ന് പറയുന്നത്. അപ്പോൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കി കളയുക. അതുപോലെ ദുഷ്കാമം, ലൈംഗികമായ ആഗ്രഹങ്ങൾ, അതിനകത്ത് തിന്മയുടെ സ്വാധീനമുള്ളവർ വളരെ ശ്രദ്ധിക്കുക. മനുഷ്യൻ പുറത്ത് പലപ്പോഴും പറയാൻ കഴിയാത്തതും ആരോട് ഷെയർ ചെയ്യാൻ പറ്റാതെ ഉള്ളിൽ സഹിക്കുന്നതുമായൊരു പാപപ്രവൃത്തി ഇതിനകത്തുണ്ട്. സ്പിരിറ്റ് ഓഫ് ലസ്റ്റ്. അതിനകത്ത് അനേകം ആൾക്കാർ കുടുങ്ങിക്കിടപ്പുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അനേകം ആൾക്കാർ, പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും യൗവനക്കാരും ഒക്കെ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുകയും ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ ഒക്കെ കയ്യിൽ വന്നതിന് ശേഷം ഒത്തിരി ആൾക്കാർ ഇതിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് തെറ്റായ വീഡിയോസ് കാണുന്നുണ്ട്. മോശമായ വീഡിയോസ് കണ്ട് തൃപ്തി അടയുന്നുണ്ട് പലരും. പേഴ്സണലി നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുള്ളതാണ്. വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്, പ്രായഭേദമന്യേ ഒരു പ്രായവും ഇതിനകത്ത് പരിധിയില്ല. എല്ലാ പ്രായക്കാരനകത്ത് ഇത് വന്നു ചേർന്നിരിക്കുന്നു. അത് കാരണം എന്ത് സംഭവിക്കുന്നറിയാം? ഓരോ ദിവസവും അശുദ്ധാത്മാക്കൾ ഇവരുടെ മേൽ കയറിയിരിക്കുകയാണ്. ഒരു വീഡിയോ കാണുന്ന സമയത്ത് 100 കണക്കിന് അശുദ്ധാത്മാക്കൾ ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്നു. മനസ്സിലാക്കുക, വളരെ സീരിയസ് ആയ ഒരു പാവമാണത്. അതിനകത്ത് പുറത്തു വരാൻ പറ്റാതെ കുടുങ്ങിക്കിടക്കുന്ന അനേകം ആൾക്കാരുണ്ട്. രക്ഷപ്പെടാൻ പറ്റാതെ നമ്മുടെ അടുത്ത് വന്ന് വിഷമങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. സ്ത്രീകൾ, പെൺകുട്ടികൾ. സീരിയസ്ലി നിങ്ങൾ മനസ്സിലാക്കണം, വളരെ ഭാരത്തോടെ മാനസികമായി തകർന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പഠിക്കാൻ പറ്റാതെയായി വളരെയധികം ഭാരപ്പെടുന്നവരുണ്ട്. മാതാപിതാക്കൾ കുടുംബജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റാതെ, വീട്ടിനകത്ത് സ്വസ്ഥമായി കുടുംബജീവിതം നയിക്കാൻ പറ്റാതെ ഭാരപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈ സംഭവം ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളൊരു സ്വാധീനം വന്നിട്ടുണ്ടെങ്കിൽ, ചിന്തകളിലോ നോട്ടങ്ങളിലോ, അല്ലെങ്കിൽ നോട്ടത്തിൽ നിങ്ങൾ വീണു പോകുന്നു. നോട്ടം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ കണ്ണ് ഇങ്ങനെ പോകുന്നു, പല നോട്ടത്തിനകത്ത് വീണു പോകുന്നു, മനുഷ്യനെ അങ്ങനെ നോക്കുന്നു. കർത്താവ് യേശു പറഞ്ഞത് അങ്ങനെയല്ലേ? നോട്ടത്തിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ വ്യഭിചാരിയായി എന്നാണ്. അത് പുരുഷനെ ആവട്ടെ സ്ത്രീയായിട്ട് നോട്ടത്തിൽ തെറ്റിയ വ്യഭിചാരിയോ. അപ്പോൾ അങ്ങനെ ഒരു ടെൻഡൻസി നിങ്ങൾ കിടക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഒളിക്കരുത്. മനുഷ്യരുടെ മുമ്പിൽ ഒളിക്കാം, ദൈവസന്നിധിയിൽ ഒളിക്കരുത്. കർത്താവ്, എൻ്റെ കണ്ണ് നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഇങ്ങനൊരു സംഭവം എൻ്റെ കയ്യിലുണ്ട്, കർത്താവ് എന്നെ ശുദ്ധമാക്കണം എന്ന് പറയുകയും അതിനെതിരെ നിങ്ങളെ ടെംപ്റ്റ് ചെയ്യുന്ന അശുദ്ധാത്മാവിനെ നിങ്ങൾ ശാസിക്കുകയും ചെയ്യാം. മനസ്സിലായോ? അവിടെ എല്ലാം കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഒരിക്കലും നിങ്ങളെ കർത്താവ് തള്ളിക്കളയില്ല. അയ്യോ, ഞാൻ ഇങ്ങനൊരു പാപിയാണ്, ഞാൻ ഇങ്ങനെ നോക്കുന്നയാളാണ്, അപ്പോൾ ദൈവം എൻ്റെ കൂടെ ഇല്ലേ, ദൈവം എന്നെ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കല്ലേ. നിങ്ങളുടെ മനസ്സിനകത്ത് എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുന്ന നിമിഷം, കർത്താവ് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം, എനിക്ക് രക്ഷപ്പെടാൻ ആഗ്രഹിക്കണം എന്ന് പറയുന്ന നിമിഷം കർത്താവ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. കർത്താവ് നിങ്ങളുടെ കൂടെ വരും. ഒരിക്കലും നിങ്ങൾ പാപം ചെയ്യുന്നത് കൊണ്ട് വെറുക്കുന്നില്ല, ഒരിക്കലും അങ്ങനെ പറയൽ വെറുക്കുന്നില്ല. പക്ഷേ പാപം മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാം. കർത്താവ്, എനിക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട്, പെട്ടെന്ന് പറ്റണമെന്നില്ല. അപ്പോൾ അത് അങ്ങനെ ദൈവത്തോട് പറയും. കർത്താവ് നിങ്ങൾക്ക് സഹായകനായി കൂടി. അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമത്തെ വാക്യം തന്നെ പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുടെ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഒന്നാമത്തെ വാക്യം അതായിരുന്നു അല്ലേ നമ്മൾ പഠിച്ചത്? അത് വളരെ സ്ട്രോങ് വാക്യമാണ്. ഒരൊറ്റ വചനം നിങ്ങളുടെ ലൈഫിലൊന്നും രക്ഷപ്പെടാൻ, ഒരൊറ്റ വചനം അത്ര പവർഫുള്ളാണ്. നിങ്ങൾ ഏത് മേഖല പോയ ഒരൊറ്റ വചനം പറഞ്ഞ്, എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്, എന്നെ സഹായിക്കുന്ന ദൈവമുണ്ട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നമ്മൾ മറ്റൊരു വചനത്തിൽ പറഞ്ഞു, ഞാൻ നിനക്ക് മുൻപായി നടക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വചനം പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം വചനം ശ്രദ്ധിച്ച് നിങ്ങൾ ഓരോ സ്ഥലത്തും ഈ വചനം ഓർക്കണം. എൻ്റെ കൂടെ ഇരിക്കുന്ന ദൈവം, എൻ്റെ കൂടെ നടക്കുന്ന ദൈവം. മനസ്സിലായി? ആ വചനം നിങ്ങളുടെ തലയ്ക്കകത്ത് വരണം. എന്നിട്ട് ഈ സാധനത്തെ പോകാൻ പറയണം. ഈ ഇങ്ങനെ ടെൻഡൻസി ഉള്ള ആൾക്കാർ പലരും പറയുന്നുണ്ടാണ് ഞാൻ പറയുന്നത്, ടെൻഡൻസീസ്, ഇങ്ങനെയുള്ള ദുഷ്കാമത്തിൻ്റെ ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് ഈ വചനം കൊണ്ട് സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്യാതെ രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു കാരണവശാലും പറ്റില്ല. അനേകം ആൾക്കാർ, നമ്മളെ ഒത്തിരി ആൾക്കാർ, അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നവരെന്ന് പറഞ്ഞാലും ഈ സംഭവം പലരെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള, നിങ്ങളെ നശിപ്പിച്ച് കളയും. അത് സാത്താൻ അതിനെ ബന്ധിച്ച് കളയും. നമുക്കതിൽ നിന്ന് പുറത്ത് വന്നേ പറ്റൂ. ഈ കാലഘട്ടം വളരെ പ്രയാസമായിരിക്കുന്നു. അപ്പോൾ വചനം കൊണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്യണം. നമുക്ക് രാവിലെ അടിച്ചു വചനം എടുത്തു കഴിഞ്ഞാൽ ആ വചനം കൊണ്ട് നടക്കുന്ന സമയത്ത് ഈ സാധനം ഒരു സ്ട്രോങ് ഹോൾഡായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ അകത്തുനിന്ന് എഴുന്നേൽക്കുന്ന ലസ്റ്റ്, ഈ ദുഷ്കാമം, അതിനെ ഇടിച്ച് തകർക്കാൻ പറ്റും ഈ വചനം കൊണ്ട്. വേറൊരു വകുപ്പും എനിക്ക് പറഞ്ഞു തരാനില്ല. വേറൊരു വകുപ്പും ഈ ഒറ്റ മേഖലയിൽ മാത്രമേ ആൾക്കാർ രക്ഷപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. കൗൺസിലിംഗ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, പലരും പലതൊക്കെ പറഞ്ഞു കൊടുക്കും ഇത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷേ പൂർണ്ണത കിട്ടുന്നില്ല. ഇത് ഒരു സ്പിരിറ്റാണ്, ശക്തമായ സ്പിരിറ്റാണ്, ജഡവുമായി അത്രമാത്രം റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു സ്പിരിറ്റാണ്. അതുപോലെ എത്ര പ്രായം കൂടിയവരായിരുന്നാലും ഇത് മാറാൻ പ്രയാസമാവും. അതുകൊണ്ട് ഇതിനെ തകർത്ത് കളയുക, വചനം കൊണ്ട് തകർത്ത് കളയുക. ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഇതിനെ പ്രാർത്ഥിച്ച് പുറത്താക്കി കളയാം. വിഗ്രഹാരാധന നിങ്ങളില്ല എന്ന് ഞാൻ വിശ്വസിക്കും. നിങ്ങളുടെ ആരുടെയെങ്കിലും വീടുകളിൽ ഏതെങ്കിലും വിഗ്രഹങ്ങൾ, നമ്മളിപ്പോൾ അതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ട്, എടുത്തു മാറ്റിക്കളയാം. ഒരു വിഗ്രഹവും വെച്ച് നിങ്ങൾ ഈ യേശു ക്രിസ്തുവിൻ്റെ ആണെങ്കിൽ പോലും പ്രതിമയോ ഒന്നും നിങ്ങൾ വീടുകളിൽ വെച്ചേക്കരുത്. അതൊരു ആരാധനയായി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൊടുത്തുകൊണ്ട് വെച്ചേക്കരുത്. കർത്താവിന് അത് ഇഷ്ടമല്ല, എടുത്ത് മാറ്റിക്കളയാം.
ആഭിചാരം നിങ്ങൾക്കാർക്കും ഇല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാര ശക്തികൾ നിങ്ങളുടെ മേൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിനങ്ങ് പുറത്താക്കി കളയുക, ശാസിച്ച് കളയുക. കർത്താവ് യേശു എന്നെ രക്ഷിച്ചിരിക്കുന്നു, എൻ്റെ കുടുംബത്തെ രക്ഷിച്ചിരിക്കുന്നു, എൻ്റെ തലമുറയെ രക്ഷിച്ചിരിക്കുന്നു. ഇനി ഒരു അന്ധകാര ശക്തികൾ, ആഭിചാര ശക്തികൾക്ക് എൻ്റെ മേൽ അവകാശമില്ല. യേശുവിൻ നാമത്തിൽ എല്ലാ ആഭിചാരത്തിൻ്റെ ദുഷ്ടശക്തി വിട്ടുപോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കളയാം. ഓക്കെ, അത് നിങ്ങളുടെ അനോയിൻറ്റിങ് പോലെ ആയിരിക്കും അത് പോകുക, എങ്കിലും പ്രാർത്ഥിച്ചു കൊള്ളുക. ദൈവം നിങ്ങൾക്ക് അതിന് വേണ്ടി വിടുതൽ തരും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റം ദൈവത്തോട് പറയാം. പക, ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. ഈ ദിവസങ്ങളിൽ ഒരിക്കലും പക വെച്ചുകൊണ്ടിരിക്കുക, അകത്തൊരു ദേഷ്യം, ഒരാളോട് അവരോട് ദേഷ്യം, അവരോട് ഇഷ്ടമില്ലായ്മ, അതിന് ചിലപ്പോൾ 100 ന്യായങ്ങൾ നമുക്ക് പറഞ്ഞു തിരിക്കാം. കാരണം നമ്മളെ ഭാഗം നീറ്റായി, നമ്മൾ ശരിയാണ്, അവരാണ് അങ്ങനെ, അവരിങ്ങനെ പ്രവർത്തിച്ചു, അവരങ്ങനെ പ്രവർത്തിച്ചു. ഒരു പകയുടെ ഹൃദയം ഒരിക്കലും നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇടപെടാൻ പറ്റേയില്ല. സ്നേഹമായിരിക്കും ദൈവത്തിന് നിങ്ങളോട്, ഒരിക്കലും സ്നേഹമില്ലെന്ന് പറയുന്നില്ല, നിങ്ങളുടെ സ്നേഹമായിരിക്കാം. ഇടപെടാൻ ആഗ്രഹം കാണാം, നിങ്ങളെ സ്നേഹിക്കാൻ ആഗ്രഹം കാണാം, നിങ്ങളെ സംരക്ഷിക്കാൻ ആഗ്രഹം, നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആഗ്രഹമാണ്. പക്ഷേ നിങ്ങളുടെ അകത്തിരിക്കുന്ന ഒരു പക, ആരോടോ ഒരു പക ഇരിപ്പുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വെളിയിൽ നിൽക്കത്തേ ഉള്ളൂ, അകത്ത് കയറാൻ പറ്റില്ല. കാരണം ഇത് അത്ര അശുദ്ധാത്മാവാണ് പകയുടെ. കാരണം നിങ്ങൾക്ക് ഒരാളോട് ഒരു റിവെഞ്ച് കിടക്കുകയാണ്, ഒരു വിരോധം കിടക്കുന്നു. അത് കിടക്കുമ്പോൾ പരിശുദ്ധാത്മ പരിശുദ്ധമാണ്, വിശുദ്ധമാണ്, സ്നേഹമാണ്, ആ ക്ഷമയാണ്, സൗമ്യതയാണ്, അവിടെ കയറാൻ പറ്റില്ല. പകയുണ്ടെങ്കിൽ ഈ ദിവസം എടുത്തു കളയാം. എങ്ങനെ എടുത്തു കളയാൻ പറ്റും? പ്രാർത്ഥനയിലും വചനത്തിലൂടെയുമാണ് എടുത്തു കളയേണ്ടത്. മനസ്സിലായോ? അതല്ലാതെ എളുപ്പത്തിൽ പോകണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളെ ശത്രുവായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കാം, നിങ്ങളെ ദ്രോഹിച്ചവരായിരിക്കും, നിങ്ങളെ വേദനിപ്പിക്കുന്നവർ. പെട്ടെന്ന് എടുത്തു കളയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതിന് സഹായിക്കുന്നത് ഈ വചനങ്ങൾ കൊണ്ടാണ്. വചനം പറഞ്ഞ് നടന്ന് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ സാധനം മാറി കർത്താവിനെ ശുദ്ധീകരിക്കുന്ന പറഞ്ഞ് ഇത് കഴുകിയെടുത്ത് കളയുക. അപ്പോഴിതങ്ങ് പോകും. പക എടുത്ത് കളയുക. പിണക്കം, ആരോടെങ്കിലും പിണങ്ങിയിരിപ്പുണ്ടോ എങ്കിൽ ഒന്ന് നിരപ്പ് പ്രാപിക്കാൻ പറ്റുമെങ്കിൽ പോയി നിരപ്പ് പ്രാപിക്കുക. ഇല്ല, നിരപ്പ് പ്രാപിക്കാൻ പറ്റാത്ത കേസുകളുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ദൈവത്തിന് ക്ഷമ കൊടുക്കുക. ആ മനുഷ്യനോട് കർത്താവ് എനിക്കൊരു പിണക്കവും ഇല്ല എന്ന് പറയാം. മനസ്സുകൊണ്ട് നിരപ്പെടുക. ചിലർക്കൊന്നും പോയി സംസാരിക്കാൻ പറ്റിയ നിരപ്പെടുക. ആരോടും ഒരിക്കലും നിങ്ങൾക്ക് പിണക്കം പാടില്ല. നിങ്ങളെ ദ്രോഹിച്ച വ്യക്തി നാളെ നിങ്ങളുടെ അടുത്ത് ഒന്ന് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഒരു പിണക്കമില്ല സംസാരിക്കാൻ പറ്റണം. നീ ഒന്നും അങ്ങനെ ചെയ്തില്ല എന്ന് പറയരുത്, സാരമില്ല എന്ന് പറയാനുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് ആയി കഴിയണം. ഒരു മനുഷ്യനോട് പിണക്കം വെച്ചേക്കരുത്. കാരണം കർത്താവിന് ഹൃദയം അറിയാം. നമ്മുടെ എത്രയൊക്കെ പുറമേ നമ്മൾ കാണിച്ചാലും നമ്മൾ ഉള്ളം കർത്താവിന് അറിയാം. നിൻ്റെ അകത്തൊരു പിണക്കം ഇരിപ്പുണ്ട്, ആ വ്യക്തി വന്നാൽ നിൻ്റെ പെരുമാറ്റം ഇങ്ങനെ ആയിരിക്കുമെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം, അനുഗ്രഹം കിട്ടുന്നില്ല. പിണക്കം മാറ്റട്ടെ. ജാരശങ്ക, ക്രോധം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പലവട്ടം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ശാഠ്യം, ഇത് 2 പഠിച്ചിട്ടുള്ളതാണ്. ആരുടെയെങ്കിലും ഉള്ളിൽ ഈ സാധനം ഇരിപ്പുണ്ട്, ക്രോധം, ശാഠ്യം, അതായത് ദേഷ്യം. അറിയാമല്ലോ, വീട്ടിലൊക്കെ നമ്മൾ പെരുമാറുന്ന കാര്യങ്ങൾ അറിയാം. ആരുടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിലും അതെടുത്ത് മാറ്റിക്കളയുക. എപ്പോഴും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ക്രോധവും ശാഠ്യവും, വാശി പിടിക്കുക, ഞാൻ പറയുന്നില്ല നടക്കണമെന്ന് വാശി പിടിക്കുക എന്നൊക്കെ പറയുന്ന ദേഷ്യമുണ്ടല്ലോ, അത് വിടുന്നു. ദ്വന്ദ്വപക്ഷം, അതായത് രണ്ട് എൻ്റെ പക്ഷം ജയിക്കണം എന്ന് പറയുന്ന ഒരു രീതി, ഒരു പക്ഷം ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, എവിടെയെങ്കിലും ഭിന്നതയുടെ ആറ്റിറ്റ്യൂഡ് എവിടെയെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ മാറ്റി. അതേപോലെ തന്നെ ഭിന്നത വരുന്നതും ഭിന്നിപ്പിച്ച് ആൾക്കാരെ കാണുക, വഴക്കുണ്ടാക്കിക്കുക, പിന്നെ വേർതിരിപ്പിച്ച് തരുന്നത്, ഗ്രൂപ്പീസൊക്കെ ഉണ്ടാക്കില്ലേ നമ്മുടെ സഭകളിലൊക്കെ പലപ്പോഴും കാണുന്ന ഈ സാധനം. ദ്വന്ദ്വപക്ഷം, ഒരു പക്ഷം ചേർന്നത് കൊണ്ട് പ്രവർത്തിക്കുന്ന രീതി ഉണ്ടാവരുത്. ഏതെങ്കിലും ഒരു വശം ചേർന്ന് നിങ്ങളൊരു വശത്തിൻ്റെ ആളായി നിൽക്കരുത്. എല്ലാവരെയും സ്നേഹിക്കുക, ഒരുപോലെ കാണുക. ഭിന്നത പാടില്ല. അസൂയയെപ്പറ്റി ഞാൻ എപ്പോഴൊക്കെയോ വിശദീകരിച്ചിട്ടുണ്ട്. അസൂയ, നിങ്ങൾക്ക് ആർക്കുണ്ടെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കളയുക. ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരാൻ പറയാം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അസൂയ നമ്മൾ വിചാരിക്കുന്നത് പോലെ മാറ്റാൻ പറ്റുന്നൊരു സാധനമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആരോടും അസൂയയില്ല, ഒരു പ്രശ്നമില്ലെങ്കിലും എപ്പോഴെങ്കിലും ഇതിങ്ങനെ ഉയർത്തിരിഞ്ഞ് എപ്പോഴെങ്കിലും വരാം. കാരണം ചില സാധ്യതകളുണ്ട്. കാരണം അതൊരു സ്പിരിറ്റ് ഉള്ളിലിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും. അതുകൊണ്ട് തന്നെ ഇതിനെ ശാസിച്ച് കളയാം, അസൂയയുടെ സ്പിരിറ്റിനെ. എന്നിട്ട് മറ്റൊരാൾക്ക് നന്മയുണ്ടാകുമ്പോൾ, എന്നിട്ട് അവർക്ക് വേണ്ടി ഇങ്ങനെ മാത്രമേ ഇത് മാറ്റാൻ പറ്റൂ. മറ്റൊരാൾക്ക് നന്മയുണ്ടാകുമ്പോൾ, ഉയർച്ച ഉണ്ടാകുമ്പോൾ അവരെ അനുഗ്രഹിച്ചങ്ങ് പ്രാർത്ഥിക്കാം. കർത്താവ് അവർക്ക് നന്മ കൊടുത്തല്ലോ, സ്തോത്രം ചെയ്യുന്നു കർത്താവ്, ഇത് പറയാം. നമ്മളെക്കാളും നന്മയുള്ളവർക്ക് കൂടുതൽ പ്രാർത്ഥിച്ചു കൊടുക്കും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി മാറിപ്പോൾ. മദ്യപാനം പറയണ്ടല്ലോ, മദ്യപിക്കുന്ന ആൾക്കാരില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക, പാപങ്ങൾ ഏറ്റുപറയാം. മദ്യപിച്ചിരുന്നവർ, ശ്രദ്ധിച്ചേ, മദ്യപിച്ചിരുന്നവർ ആരെങ്കിലും മദ്യപിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ സ്പിരിറ്റുകൾ നിങ്ങളിൽ വ്യാപരിക്കാം, നിങ്ങളുടെ തലമുറമേൽ അത് വളർന്നു വരാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ മേലുള്ള ദുരാത്മാക്കൾ നിങ്ങൾ ശാസിച്ച് വെറുത്ത് കളയാം. വെറിക്കൂത്ത് തെറ്റായ ജീവിതക്രമമാണ്. തെറ്റായ ജീവിതക്രമങ്ങളുള്ളവർ അത് ഓരോന്ന് എടുത്ത് കളയാം. ഇങ്ങനെ ഇത്രയും 15 സംഗതികളുണ്ട്. ഈ 15 സംഗതികളും നിങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിച്ച് ഓരോന്നായിട്ട് എടുത്ത് കളയണം. ഈ നാളുകൾ ശ്രദ്ധിച്ച്, ഒരു ദിവസം ചിലപ്പോൾ 1 എണ്ണമായിരിക്കും പ്രാർത്ഥിക്കുന്നത്, ചിലപ്പോൾ 2 എണ്ണമായിരിക്കും പ്രാർത്ഥിക്കുന്നത്, മതിയാവും. പക്ഷേ അതിന് വെച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ മേലുള്ള അശുദ്ധാത്മാക്കൾ പുറത്താക്കി കളയുക. നിങ്ങൾക്ക് വലിയ വിടുതലുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവരാവാം, 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവരാവാം. ആ പ്രാർത്ഥനയ്ക്കകത്ത് ഇത് യൂസ് ചെയ്യണം. ഈ വചനം എടുത്തിട്ട്, ഇത് വചനം വായിച്ചിട്ട്, ചില വചനങ്ങളൊക്കെ പറഞ്ഞിട്ട്, കർത്താവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകിയിട്ട് ജഡത്തിൻ്റെ മോഹങ്ങൾ എടുത്തു കളയാൻ പറയാം. സ്പിരിറ്റ് ഓഫ് ഫ്ലഷ്, എല്ലാ അശുദ്ധാത്മാക്കളും ജഡത്തിൽ വ്യാപരിക്കുന്ന ജഡമോഹങ്ങൾ കൊണ്ടുവരുന്നവരെ ശാസിക്കുകയും നിങ്ങളുടെ ക്യാരക്ടറിനെ ശരിയാക്കുകയും ചെയ്യാം.
ജഡമോഹത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും പൈശാചി ആത്മാക്കൾ കൊണ്ട് ശാസിച്ച് പുറത്താക്കേണ്ട ആവശ്യമില്ല. ജഡത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കകത്തും കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ നിയന്ത്രിക്കേണ്ടവയാണ്. അതാണ് പറയുന്നത് ജഡമോഹങ്ങളെ കൊടുക്കരുതേ എന്ന് പറയുന്നത്. മനസ്സിലായോ? അവിടെ അശുദ്ധാത്മാവിനെ ശാസിക്കൂ എന്നല്ല, ജഡത്തിൻ്റെ മോഹങ്ങളെ കൊടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അവിടെ അശുദ്ധാത്മാവിനെ ശാസിക്കാനല്ല, ജഡമോഹങ്ങളെ കൊടുത്തിട്ട് നിങ്ങൾ ശാസിക്കാൻ നിൽക്കല്. ജഡമോഹങ്ങളെ കൊടുക്കുക, അതായത് നിങ്ങളുടെ ജഡത്തിൻ്റെ മോഹങ്ങളെ നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കരുത്. അപ്പോൾ നമ്മൾ തന്നെ സ്വയം ജഡമോഹങ്ങൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ലൈഫിൽ ശ്രദ്ധിക്കുക, ഈ വരുന്ന കാലഘട്ടങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ജഡവുമായി ബന്ധപ്പെട്ട് അഡിക്ഷൻസ് ഉള്ള അല്ലെങ്കിൽ ഇഷ്ടങ്ങളുള്ള എന്തൊക്കെയുണ്ടോ അതിനെല്ലാം പിടിച്ചങ്ങ് കെട്ടുക. നിങ്ങൾ മൊബൈൽ ഫോണിൽ യൂട്യൂബ് വീഡിയോസ് ഒത്തിരി കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ നോമ്പ് കാലഘട്ടം അതിനങ്ങ് കൺട്രോൾ ചെയ്യുക. തരില്ല എന്ന് പറയുക. നിങ്ങളുടെ ജഡം ഇങ്ങനെ ആഗ്രഹിക്കും, കാണണം. അപ്പോൾ നിങ്ങൾ ജഡത്തോട് പറയണം, തരില്ല, ഈ കാലഘട്ടത്തിൽ യൂട്യൂബ് വീഡിയോസ് തരില്ല, അല്ലെങ്കിൽ ഇന്നത് മാത്രമേ ഞാൻ കാണൂ എന്ന് പറഞ്ഞു കട്ട് ആൻഡ് റൈറ്റ് റൂൾ അങ്ങ് പറയും. ആരോട് പറയും? ജഡത്തോട് പറയുന്നു. നമ്മൾ സംസാരിക്കുകയാണ്, ജഡത്തോട് കൺട്രോൾ ചെയ്യുക. അതുപോലെ TV കാണുന്നവരാണ്, അതിനെ സ്റ്റോപ്പ് ചെയ്ത് കളയുക. സിനിമ കാണുന്നത്, അതിനെ സ്റ്റോപ്പ് ചെയ്ത് കളയുക. ഇതെല്ലാം ജഡമോഹങ്ങളാണ്. അപ്പോൾ ജഡം എന്തൊക്കെയാണോ മോഹിക്കുന്നത് അതിനെ കൺട്രോൾ ചെയ്തിട്ട് ആത്മാവിന് കൊടുക്കേണ്ടത് സമയം കൊടുത്ത് ആത്മാവിലേക്ക് കയറുക. എന്താണോ ഇവർ തമ്മിലുള്ള ശ്രദ്ധിച്ചോളാം. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ രാവിലെ 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവരാണെന്ന് വെച്ചോ. 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവരാണ്. രാവിലെ 5 മണി മുതൽ 6 മണി വരെയാണ് നിങ്ങളുടെ പ്രയർ ടൈം. അതാണ് നിങ്ങളുടെ പ്രയർ ടൈം. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം രാവിലെ നിങ്ങൾ എഴുന്നേറ്റ സമയത്ത് 6 മണിയായിപ്പോയി. 5 മണിക്ക് എഴുന്നേറ്റിട്ട് 5 മണി മുതൽ 6 മണി വരെ പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷേ എഴുന്നേറ്റപ്പോൾ ലേറ്റായിപ്പോയി, 6 മണിയായിപ്പോയി. സാധാരണഗതിയിൽ 5 മണി മുതൽ 6 മണി നിങ്ങൾ പ്രാർത്ഥിക്കുകയും 6 മണി മുതൽ 7 മണിയിൽ നിങ്ങൾ പത്രവായനയും ചായ കൂടിയായിട്ട് നടത്തുന്ന സമയമാണെന്ന് വെച്ചോ. അല്ലെങ്കിൽ പത്രവായന, ചില ആൾക്കാർ പത്രം വായിക്കുന്ന 1 മണിക്കൂർ കൂടുതൽ വായിക്കും. അങ്ങനെ വായിക്കുന്ന ആളെന്ന് വെച്ചോ, അതൊരു ജഡമോഹമാണ് കേട്ടോ. അത് അറിവ് പകരുന്ന സാധനമായിട്ട് എടുക്കരുത്. പത്രവായന അങ്ങനെ കർത്താവ് എൻ്റെ അടുത്തൊക്കെ പറയുന്നത് സ്കിമ്മിങ് ആണ്, ഓടിച്ച് തീർത്ത് പെട്ടെന്ന് പൊക്കോന്ന. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിർത്താൻ പറയുമായിരിക്കാം. അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇതിനകത്തൊന്നും നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നാണ് കർത്താവ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ജഡമോഹത്തിൽ ഒന്നാണ് പത്രവായന. സത്യമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു അറിവ് പകരുന്നൊരു സാധനമായിട്ടല്ല ആൾക്കാർ വായിക്കുന്നത്, അതൊരു അഡിക്ഷനാണ് ആൾക്കാർക്ക്. അതില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു നഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വായിക്കുന്ന ആളെന്ന് വെച്ചോ, 7 മണി മുതൽ 8 മണി വരെ പത്രം, ഉദാഹരണം പറയണേ, 6 മുതൽ 7 വരെ പത്രവായന, 5 മുതൽ 6 പ്രാർത്ഥന. അപ്പോൾ നിങ്ങൾ എഴുതിയപ്പോൾ എത്ര മണിയായി? 6 മണിയായി. അപ്പോൾ നിങ്ങളുടെ പ്രയർ ടൈം പോയി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം. എന്ത് തീരുമാനം എടുക്കാം? ഏതായാലും പ്രാർത്ഥന പോയി, പത്രം വായിക്കാം അല്ലേ? നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് പ്രയർ ടൈം പോയാലും കുഴപ്പമില്ല, പത്രം വായിച്ചില്ലെങ്കിൽ പറ്റും. കാരണം 7 മണിക്ക് നിങ്ങളുടെ എവിടെയെങ്കിലും പോകണം, ജോലിക്ക് പോകണം, പുറത്തിറങ്ങണം. അപ്പം ഫസ്റ്റ് പോയി ആ ടൈം കട്ടായ സമയത്ത് എന്തായാലും പത്രം വായിക്കും. അപ്പോൾ ഇവിടെ ചോദ്യം, ഏതാണ് നിങ്ങൾക്ക് ഒന്ന് ഉപേക്ഷിച്ച് ഇവിടെ ക്ലിയർ ആവും. ഒന്നുകിൽ പത്രവായന ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും ഈ സമയം, പ്രാർത്ഥന ഉപേക്ഷിച്ച് പത്രം വായിക്കാൻ പറ്റും. ഏത് നിങ്ങൾ ഉപേക്ഷിക്കണം? പത്രവായന ഉപേക്ഷിക്കണം. അന്നത്തെ വാർത്ത കിട്ടിയില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്? സങ്കടപ്പെടരുത്. അന്നത്തെ വാർത്ത വായിച്ചില്ലല്ലോ എന്ന് പറഞ്ഞൊരു സങ്കടമകത്ത് വരുന്നുവെങ്കിൽ അതിനർത്ഥം അതിൻ്റെ മേലെ ഒരു അശുദ്ധാത്മത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്നാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ജഡത്തിൻ്റെ മോഹം സാറ്റിസ്ഫൈ ചെയ്യാൻ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കാതിരിക്കുമ്പോൾ അകത്തൊരു സാധനം കുത്തുന്നുവെങ്കിൽ, മനസ്സിലായോ? അകത്ത് അയ്യോ വായിച്ചില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്നൊരു സാധനം അകത്ത് തരുന്നുവെങ്കിൽ അതിനർത്ഥം അവിടെയോ ഒരു അശുദ്ധാത്മാവ് നിങ്ങളെ ഇങ്ങനെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതിനെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചത്തെ പത്രവായന സ്റ്റോപ്പ് ചെയ്ത് കളയാം. മനസ്സിലായോ? അങ്ങനെ ഇതിനെ എന്ത് ക്രൂസിഫൈ ചെയ്യണം, തരില്ലെന്ന് പറയണം. അങ്ങനെയാണോ നിനക്ക് അത്ര ആഗ്രഹമാണ്, എന്നാൽ പിന്നെ നീ വായിക്കട്ടെ, അറിയണ്ട എന്ന് പറഞ്ഞ് ഇതിനെ എന്തിനും നശിപ്പിച്ച് കളയും. ഇങ്ങനെയാണ് നമ്മൾ ജഡത്തിൻ്റെ മോഹങ്ങളെ ക്രൂസിഫൈ ചെയ്യുന്നു. പകരം ആത്മാവിന് ഇഷ്ടമുള്ളതിന് ഒന്നാം സ്ഥാനത്തേക്ക് കൊടുക്കുന്നു. അപ്പോൾ ജഡമോഹങ്ങൾ എന്തൊക്കെയാണോ അതിനെല്ലാം താഴ്ത്തി കെട്ടി ആത്മാവിന് ഇഷ്ടമുള്ളത് കൊടുക്കും. അപ്പം സംഭവം ജഡമോഹമായിരുന്നു. ആ ജഡമോഹമായിരുന്നു അദ്ദേഹത്തെ, ആ സ്ത്രീയെ, സഹോദരൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കയറ്റാൻ, അവിടെ ഭാര്യയെ പരിഗ്രഹിക്കാൻ കാരണമായി തീർന്നത്. ഈ ജഡമോഹത്തെയാണ് ആരെതിർത്തത്? യോഹന്നാൻ എതിർത്തത്. യോഹന്നാൻ പറയുന്നു നീ ചെയ്ത തെറ്റാണ് എന്ന് വിളിച്ചു പറയും. അടുത്ത് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് തെറ്റ് തിരുത്താനായിട്ട് താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ് ഹെരോദാവ്. അതായത് ഒരു കഠിന ഹൃദയനായിരുന്നു ഈ മനുഷ്യൻ. അദ്ദേഹത്തോട് യോഹന്നാൻ പറയുന്നു, ഇങ്ങനെ സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ച് തെറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതിന് പകരം ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിനകത്താക്കുമ്പോൾ ഇയാൾ പബ്ലിക്കായിട്ട് കിടന്ന് വിളിച്ച് പറയാണ്, ഇയാൾ ഇങ്ങനെ ഈ ഹെരോദാവ് ഇങ്ങനെ സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചിരിക്കുകയാണ്, അത് തെറ്റാണെന്ന് പരസ്യമായിട്ട് വിളിച്ച് പറഞ്ഞപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ ഇയാളെ പിടിച്ച് ജയിലിനകത്ത് അപ്പോൾ വാ അടപ്പിക്കുക. അതായത് നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ വളരെ ശ്രദ്ധിക്കുക, ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരായിട്ട് നിൽക്കരുത്. നമ്മുടെ തെറ്റുകളെ, ശുശ്രൂഷകരെ, വചനത്തെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നൊരു മൈൻഡ് സെറ്റ് ഹെരോദാവ് സ്പിരിറ്റാണ്. ആ ഒരു സ്പിരിറ്റാണിത്. അത്
പാപബോധം തരുന്ന ഒന്നും ഇഷ്ടമല്ല. പാപബോധം തരാൻ പാടില്ല, പാപം എന്ന് പറയാൻ പാടില്ല, നമ്മൾ വിശുദ്ധരാണ്, നമ്മളൊന്നും പറയാൻ പാടില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കത്തുള്ളൂ. അങ്ങനെ ഏതെങ്കിലും ഒരു ശക്തി നിങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുക. ഇപ്പോൾ പ്രസംഗിക്കുന്ന സമയത്ത് എന്നെയാണ് പറഞ്ഞത്, എന്നെ കുത്തി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അയ്യോ എൻ്റെ തെറ്റ് വിളിച്ചു പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വേദനയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു പൈശാചികാത്മാവാണ്. അത് നിങ്ങൾ നശിപ്പിച്ച് കളയും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ, കർത്താവേ എനിക്കൊരു വല്ലാത്ത പെയിൻ ഉണ്ടാകുന്നു, എന്നെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് എനിക്കൊരു വേദന ഉണ്ടാകുന്നു, എനിക്കൊരു ഒരു ഒരു വിഷമം ഉണ്ടാകുന്നു, എനിക്ക് ആ പറഞ്ഞ വ്യക്തിയോട് ദേഷ്യം ഉണ്ടാകുന്നു, പ്രസംഗം കേട്ടപ്പോൾ പ്രസംഗിച്ച ആളോട് ദേഷ്യം ഉണ്ടാകുന്നു. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് ശക്തമായൊരു ദുരാത്മാവാണ്. അത് നിങ്ങളെ ഒരുപാട് അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതിനെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ചില വചനങ്ങൾ അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. അതുമായി ബന്ധപ്പെട്ട് 2 വ്യക്തികളെ ശ്രദ്ധിച്ചാൽ നോക്കിയോ. ദാവീദിൻ്റെ ജീവിതത്തിൽ, അത് ദാവീദ് ഇന്ന് രാവിലെ നമ്മൾ പള്ളിയിലേക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണമെന്ന് നമ്മൾ പ്രസംഗിച്ച വചനത്തിനകത്ത് ദാവീദിൻ്റെ ഒരു തെറ്റിനെ പറ്റി നാഥാൻ പ്രവാചകൻ വന്ന് പറയുന്ന സമയത്ത് ദാവീദ് അത് ഉടൻ റെപ്പൻ്റ് ചെയ്യുന്നു. കർത്താവേ എനിക്ക് പറ്റിപ്പോയി. ഉടൻ ഈ ഹൃദയമായിരിക്കും നമുക്ക് തെറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ മാനസാന്തരപ്പെടാനുള്ള കഥ. അയ്യോ ഇതെൻ്റെ തെറ്റാണല്ലോ കർത്താവേ ക്ഷമിക്കണേ. അങ്ങനെ ക്ഷമ ചോദിക്കാൻ പറ്റണം. ഇത് മാറുന്നത് ഉടൻ തന്നെ ആവണമെന്നില്ല. ഞാൻ പറഞ്ഞു കോപം തെറ്റെന്ന് സമ്മതിക്കണം. കോപം ഉടൻ മാറണമെന്നില്ല. കാരണം വീണ്ടും വരാം, അതൊരു അശുദ്ധാത്മാവാണ്, വീണ്ടും വന്നിരിക്കാം. പക്ഷേ തെറ്റെന്ന് സമ്മതിക്കുകയും മാനസാന്തരപ്പെടാൻ ഹൃദയം കൊടുക്കുകയും ചെയ്യണം. ഹിസ്കിയാവ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഗ്രഹകാര്യ ക്രമത്തിലാക്കി മരിച്ചു. ഉടനെ അദ്ദേഹം കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പോയി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അതിന് മാറ്റം ഉണ്ടാകുന്നു. നിനവേ പട്ടണത്തെ പറ്റി പറയുന്നു. നിനവേ പട്ടണത്തിൽ യോന പോയി പ്രസംഗിക്കുന്ന സമയത്ത് ഉടൻ മാനസാന്തരപ്പെടുന്നു. അവർ 8-ലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെട്ട് കരയുന്നു. ഉടൻ അവർക്ക് വിടുതൽ കൊടുത്തു. മാനസാന്തരപ്പെടാനുള്ള ഹൃദയം നിങ്ങൾക്കുണ്ടാവണം. പോട്ടെ, ആവർത്തന പുസ്തകം 28:15. ആവർത്തനം 28:15. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാൻ ഞാൻ ഈ ശാപമൊക്കെയും നിനക്ക് വന്നു ഭവിക്കും. മതി. വേദപുസ്തകത്തിന് താഴോട്ട് അവിടെ ആ ഭാഗം താഴോട്ട് വായിച്ചാൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം. കഴിഞ്ഞ വർഷം നമ്മൾ വായിക്കാൻ തന്നിരുന്നു, ഡിസംബർ മാസത്തിൽ. അവിടെ ശാപങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ ശാപങ്ങൾ വരും, എങ്ങനെയാണ് വരുന്നത്? ഞാൻ പറയുന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കാതിരുന്നാൽ ഈ പറഞ്ഞ ശാപങ്ങളെല്ലാം നിനക്ക് വരുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം, പല രോഗങ്ങൾക്കും കാരണം, പല കടഭാരങ്ങൾക്കും കാരണം, പല കുടുംബ പ്രശ്നങ്ങൾക്കും കാരണം, പല ദുരിതങ്ങൾക്കും കാരണം അശുദ്ധാത്മാക്കൾ നിങ്ങളുടെ മേൽ വന്ന് കയറാനുള്ള റീസൺ അനുസരണക്കേടാണ്. അതായത് പാപം എന്ന് പറഞ്ഞാൽ അത് കേൾക്കത്തില്ല. പാപം എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടാൻ സൗകര്യമില്ല. ഞാൻ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്. ആ വ്യക്തിയുടെ മേൽ ശാപമായി കുറ്റം തിരഞ്ഞ് നിൽക്കും. അത് ശ്രദ്ധിച്ചു കൊള്ളുക. അതുകൊണ്ട് ഏറ്റു പറഞ്ഞ് കളയണം. 2 തിമോഥെയോസ് 3:1 മുതൽ എന്ന് വായിക്കുമ്പോൾ 2 തിമോഥെയോസ് 3:1 മുതൽ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വൻപു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ദൈവത്തിൻ്റെ ശക്തി ത്യജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തെറ്റുകളൊന്നും അംഗീകരിക്കാത്തൊരു കാലം. അതാണ് ഈ കാലഘട്ടം. അന്ത്യകാലഘട്ടത്തിൽ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ തോന്നും പോലെ ജീവിക്കുക, സൂപ്പറായിട്ടങ്ങ് ജീവിക്കുക, എൻ്റെ ഇഷ്ടമെല്ലാം നടത്തിയെടുക്കുക, ദൈവത്തിന് വലിയ വിലയൊന്നുമില്ല. അങ്ങനെയുള്ള കഠിന ഹൃദയം നമ്മൾ ഉണ്ടാവാൻ പാടില്ല. ആ ഭാഗം വായിക്കണേ, എടുത്ത് വായിച്ചിട്ട് ഇതിലേതെങ്കിലും ഒരു കുഴപ്പം എനിക്കുണ്ടോ കർത്താവേ എന്ന് ചോദിച്ച് പ്രാർത്ഥിച്ച് അതിനെ കളയുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വചനം. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അതായത് ഹൃദയത്തിൽ ആ കൽപ്പനകൾ ഇരിക്കുമെന്നുള്ളതാണ്. അതായത് മാനസാന്തരപ്പെടാത്ത ഹൃദയമല്ല. ലൂക്കോസ് 6:46. ലൂക്കോസ് 6:46. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. ആഴെക്കുറിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട്. സംഭവം അറിയാമല്ലേ? എൻ്റെ കൽപ്പന അനുസരിക്കാത്തവൻ. കർത്താവ് ഒരു കോംപ്രമൈസും ഇല്ലാതെ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ. കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിക്കാൻ തയ്യാറില്ലാത്ത ആൾക്കാരൊക്കെ ഈ മണലിന്മേൽ വീട് പണിതുപോലെ എവിടെയെങ്കിലും അവർ വീണ് പോകും. ഈ ലോകത്തിൽ അവർ വീണ് പോകും. അതുകൊണ്ട് അനുസരിപ്പാൻ തയ്യാറാവുക. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വചനം നിങ്ങൾ എഴുതിക്കൊള്ളണേ. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വചനം. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വചനം.
നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. പാപങ്ങൾ ഏറ്റു പറയണം, ഒരിക്കലും വച്ചുകൊണ്ടിരിക്കരുത്. പാപം വെച്ചുകൊണ്ടിരിക്കരുത്. എനിക്ക് മാറാൻ പറ്റത്തില്ലെന്ന് വാശി പിടിക്കരുത്, ഞാൻ ഇങ്ങനെയാണെന്ന് വാശി പിടിക്കൽ, ഏറ്റു പറഞ്ഞിരിക്കണം. അത് വേദപുസ്തക വ്യവസ്ഥയാണ്. അടുത്തൊന്നുകൂടെ അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 29-ാം വചനം. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 29-ാം വചനം. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മതി മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. മനുഷ്യൻ്റെ ഇഷ്ടം അല്ല നോക്കേണ്ടത്, ദൈവത്തിൻ്റെ ഇഷ്ടം. അത്രയും വചനം എടുത്തല്ലോ ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ ദിവസങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തരുന്നതാണ് ഈ മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം തെറ്റ് തിരുത്താൻ താല്പര്യമില്ലാത്ത ഹൃദയം നമുക്കുണ്ടാവല്, പാപബോധം നമുക്കുണ്ടാവണം. എനിക്ക് തെറ്റ് നിങ്ങൾ സമ്മതിക്കണം. എന്നിട്ട് ഈ വചനങ്ങൾ വായിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുക. നമ്മൾ ആരും പരിശുദ്ധരെന്ന് സ്വയം വിധി എഴുതരുത്. ശ്രദ്ധിച്ചു, ഞാൻ ഉൾപ്പെടെ പ്രാർത്ഥിക്കേണ്ടതാണിത്. ഞാൻ ഉൾപ്പെടെ നമ്മൾ ആരും ഇതിനകത്ത് മാറുന്നില്ല. ഈ വചനങ്ങൾ വായിച്ചോളണം, ഇത് പ്രാർത്ഥിച്ചോളണം, ഇതിലൊന്നൊരു വിടുതൽ പ്രാപിക്കുക. ശരി, മൂന്നാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യൻ യോഹന്നാനെ കൊല്ലാൻ ഈ മനുഷ്യൻ ആഗ്രഹമില്ല. ഒന്നുകൂടെ വായിക്കാമോ? അതിൻ്റെ ഒരു 17 മുതലൊക്കെ ഒന്ന് വായിച്ചേ, അല്ലെങ്കിൽ 18 മുതൽ വായിച്ചാലും മതി. മർക്കോസ് 6:18 മുതൽ. സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് യോഹന്നാൻ ഹെരോദാവോട് പറഞ്ഞിരുന്നു. ഹെരോദയോ അവന്റെ നേരെ പകവച്ച് അവനെ കൊല്ലുവാനും ഇച്ഛിച്ചു, സാധിച്ചില്ല താനും. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് ഹെരോദാവ് അറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. അവന്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോന്നു. കണ്ടാ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ. ഹെരോദാവിൻ്റെ മനസ്സിൽ ഹെരോദ്യയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്നറിയാമോ? ഇയാളെ കൊന്നുകളയണം. അത് വേറൊരു സാധനം. അത് നമുക്ക് അടുത്ത് നമ്മൾ മനസ്സിലാക്കും, ഹെരോദ്യ ആ ഒരു നേച്ചർ. പക്ഷേ ഹെരോദാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ 20-ാമത് ഒന്നുകൂടെ കേട്ടോ, 20-ാമത്തെ വചനം, 20-ാമത്തെ വചനം, 20-ാം വചനം. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് ഹെരോദാവിന് മനസ്സിലായി. എന്നിട്ട് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. കൊല്ലാൻ പറ്റില്ല, പക്ഷെ എന്ത് ചെയ്തു? ജയിലിനകത്തിട്ട് കാത്തുകൊട്ടു. കാരണം വിളിച്ച് പറയണ്ട, പബ്ലിക്കായിട്ട് എന്നെപ്പറ്റി കുറ്റം പറയണ്ട. പക്ഷേ ഇയാളോട് ഒരു ചെറിയ മമത ഉണ്ടായിരുന്നു. ഇയാളുടെ വചനമൊക്കെ കൊള്ളാം, പ്രസംഗമൊക്കെ കൊള്ളാം, നല്ലതാണ്, പക്ഷേ എൻ്റെ കുറ്റം പറയണ്ട. മനസ്സിലായോ? ഈ ഒരു രീതിയാണ് നമ്മൾ ശ്രദ്ധിച്ചോളാം. നമ്മൾ പ്രസംഗം കേൾക്കും, വചനമെല്ലാം കേൾക്കും, പള്ളിയിൽ വരും, ആരാധനയ്ക്കൊക്കെ ഇരിക്കും, പക്ഷേ അകത്ത് മാനസാന്തരത്തിന് ഹൃദയമില്ലാത്ത ഒരു പ്രത്യേക ആത്മീയത. മനസ്സിലായി? ഇങ്ങനെ ഉണ്ട് ആൾക്കാർ. മാനസാന്തരത്തിന് താല്പര്യമില്ല, പക്ഷേ ആത്മീകരാണ്. സ്വയം വിചാരിക്കുന്നതെന്നറിയാമോ? ഇത് ചിലപ്പോൾ നമ്മൾ അറിയില്ല ഈ സംഭവം. ചില ആൾക്കാർക്ക് അറിയാനേ പറ്റത്തില്ല. എനിക്കിങ്ങനെ കുഴപ്പമുള്ളവരെ അറിയത്തില്ല. അവർ പറയും ഞാൻ ആരാധിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വചനമൊക്കെ കേൾക്കുന്നുണ്ടെന്ന് സ്വയം വിചാരിക്കുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതാ സാധനം. ഈ എവിടെയോ ജയിലിനകത്ത് അടച്ചിട്ടേക്കാണ് ഈ വചനങ്ങളെല്ലാം പിടിച്ച്. എന്നിട്ട് പ്രസംഗിക്കുന്ന ആളോട് സ്നേഹമുണ്ട്, വചനത്തോടൊക്കെ ഇഷ്ടമൊക്കെ ഉണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ് എന്ന് സ്വയം വിചാരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവർ, നിങ്ങൾ എത്ര വചനം കേട്ടാലും, പ്രസംഗിക്കുന്ന ആൾ അംഗീകരിച്ചാലും, ശുശ്രൂഷകർ അംഗീകരിച്ചാലും, സഭയ്ക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്താലും, നിങ്ങൾ എത്ര ബൈബിൾ വായിച്ചാലും, എത്ര പ്രാർത്ഥിച്ചാലും, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മാനസാന്തരമില്ലാതെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇങ്ങനെ വേഗമായിട്ട് എന്തോ പോലെ ആത്മീയതായിട്ട് നടക്കരുത്. അതുകൊണ്ട് ഒരു യൂസ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. ഈ ക്യാരക്ടറാണത്. അദ്ദേഹം നീതിമാനാണെന്ന് വിശ്വസിക്കുന്നു, അദ്ദേഹം നല്ലവനാണെന്ന് വിശ്വസിക്കുന്നു, അദ്ദേഹത്തെ പ്രസംഗിക്കാൻ നല്ല ഇഷ്ടമാണ്, അദ്ദേഹം എല്ലാം നല്ലതായിരുന്നു ഈ ഹെരോദാവിന്. പക്ഷേ അദ്ദേഹം ഈ മനുഷ്യൻ ഒടുവിൽ ഈ മനുഷ്യൻ്റെ നാവ് തന്നെ കൊല്ലാൻ കാരണമായി തീർന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ പള്ളിയിൽ പോയിട്ട് രക്ഷപ്പെടണമെന്നില്ല. നിങ്ങൾ ഇവിടെ വന്നിരുന്ന് വചനം കേൾക്കുന്നു, രക്ഷപ്പെടണമെന്നില്ല. ഇല്ല, അകം സൂക്ഷിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുമോ? എൻ്റെ തെറ്റ് എന്ന് സമ്മതിക്കാൻ പറ്റുമോ? ഈ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് എനിക്ക് തെറ്റുണ്ട്, ജഡമോഹങ്ങൾ 15 എടുത്ത് വെച്ചിട്ട് ഇതെനിക്കുണ്ട്, ഈ ക്രോധം എനിക്കുണ്ട്, ഷാഠ്യം എനിക്കുണ്ട്, ഞാൻ പുറമെ നടക്കണം, ഷാഠ്യം എനിക്കുണ്ട്, തൊന്നപക്ഷം എനിക്കുണ്ട്, ഭിന്നതയുണ്ട്, എനിക്ക് പകയുണ്ട്, എനിക്ക് പിണക്കമുണ്ട്, എനിക്ക് ദേഷ്യമുണ്ട് സമ്മതിക്കാൻ പറ്റുമോ? മനസ്സിലായോ? അതാണ് 15 എടുത്ത് പറഞ്ഞിരുന്നത്. ഇതുണ്ട് കർത്താവ്, ഇതുണ്ട്. ആർക്ക്? ദൈവത്തിന് നന്നായിട്ടറിയാം നിങ്ങൾക്കുള്ള കാര്യം അല്ലേ? ദൈവത്തിന് നന്നായിട്ടറിയാം. നമ്മൾ സമ്മതിക്കത്തില്ലെന്നേ ഉള്ളൂ. ദൈവം നോക്കിയിരിക്കുകയാണ്. സമ്മതിക്കാതെ കർത്താവിനെ അനുഗ്രഹിക്കാൻ പറ്റില്ല. കർത്താവ് വെയിറ്റ് ചെയ്യുന്നു. നീ സമ്മതിക്കാത്തടത്തോളം കാലം ഒരു വിടുതൽ ഉണ്ടാവാൻ പോകുന്നില്ല. അതാണ് ഈ വചനം. അതുകൊണ്ടാണ് 15 പല ആവർത്തി വായിച്ചിട്ട് ഓരോന്നെടുത്ത് ചിന്തിച്ചകത്തേക്ക് നോക്കണം. ഉണ്ടോ കർത്താവേ, ഇങ്ങനൊരു കുഴപ്പം എനിക്കുണ്ടോ കർത്താവേ? ഉണ്ടെങ്കിൽ പുറത്തരണേ, എന്നോട് ക്ഷമിക്കണേ. എന്നിട്ടിങ്ങനെ ആലോചിച്ച് ഇത് സാത്താൻ ഒരിക്കലും നിങ്ങളെ സമ്മതിക്കത്തില്ല. അതാണ് എൻ്റെ തമാശ. സാത്താൻ സമ്മതിക്കേയില്ല ഈ വചനമൊക്കെ. ഈ 15 ഞാൻ ഇത് ഒത്തിരി റിസ്ക് എടുത്ത് പ്രാർത്ഥിച്ചൊരു സംഭവം ഇത്. ഒരിക്കലും കർത്താവ് എനിക്കൊരു ബോധ്യം തന്നിട്ട് നമ്മൾ ചുമ്മാ വായിച്ചു പോകും. ഈ 15 എടുത്തിട്ടേ ഇങ്ങനെ വായിച്ചങ്ങ് പോകും. വായിച്ചു പോയിട്ട് ജഡത്തിൻ്റെ പുറത്തൊന്നും വരാതിരിക്കാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. പക്ഷേ കർത്താവ് എന്നോടൊരിക്കൽ പറഞ്ഞു, നീ ഓരോന്നിട്ട് എടുക്കാൻ പറഞ്ഞു.
ഓരോന്നായിട്ട് എടുത്തിട്ട് ഓരോന്നും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എത്രയോ സമയം എടുത്തു ഓരോന്നായിട്ട്, കാരണം അത്രയും സീരിയസ് ആണത് ഓരോന്നും. ഈ പക എന്നൊരു സാധനം അത്രയും സീരിയസ് ആണ്. അപ്പോൾ ഓരോന്നിനകത്തും അശുദ്ധാത്മാക്കളുണ്ട്. ഇവർക്കെല്ലാം നിൻ്റെ മേൽ അവകാശമുണ്ട്. കാരണം നമ്മൾ ഒരിക്കൽ ചെയ്തതാവാം, ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാപം ഏറ്റു പറയും, ഇവർ നിൻ്റെ മേൽ അവകാശം പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ജഡത്തിൻ്റെ പ്രവൃത്തിയായിട്ട് നമ്മൾ തുടരുകയും ചെയ്യും നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ നമ്മൾ ശരീരം കൊണ്ട് ഇതിനെ റെസിസ്റ്റ് ചെയ്യണം. ഈ സാധനത്തെ അശുദ്ധാത്മകൾ ഡെലിവറൻസ് കർത്താവ് തരേണ്ടതാണ്. പക്ഷേ നമ്മളിതിനെ നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് തോൽപ്പിച്ചേ പറ്റൂ. പക അത് എടുത്ത് മാറ്റിയേ പറ്റൂ, നമ്മൾ കളഞ്ഞു തന്നെ ആവണം. അപ്പം നമ്മുടെ ശരീരം കൊണ്ട് ഇവരെ ജയിക്കണം. അതിന് വചനം എടുത്ത് അകത്തെടുക്കണം. ആര് പറഞ്ഞാൽ ഹൃദയത്തിലെടുത്ത് ലൈഫിനകത്ത് എടുക്കണം, ക്ലിയർ ആക്കണം. ഞാനിങ്ങനെയാണ്. കേട്ട മാത്രം പോരാ. അതാണ് ഈ ഹെരോദാവ്. കേട്ടു, കൊള്ളാം, സൂപ്പർ പ്രസംഗം, അടിപൊളിയായിരുന്നു, എല്ലാം കൊള്ളാം, നന്ദി, സ്തോത്രം, പാട്ടും പറഞ്ഞു ഓതാ. അകത്തെടുത്തിട്ടില്ല. അവൻ ഈ ഹെരോദാവിന് തുല്യനാണ്. എന്നെങ്കിലും ഇത് യോഹന്നാൻ്റെ തലവെട്ടും. എന്നെങ്കിലും നിങ്ങൾ യോഹന്നാൻ്റെ തലവെട്ടും. ആ പ്രസംഗിച്ചവനെ കുറ്റം പറയും. എന്നെങ്കിലും നിങ്ങളുടെ നാക്കുകൊണ്ട് പറയും, എന്നെയും കുറേ കുറ്റം പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവനെതിരെ പറയും. നിങ്ങൾ കൊടും പാപിയായി മാറും. മനസ്സിലായോ? യോഹന്നാൻ്റെ തലവെട്ടിയാൽ എളുപ്പമാണോ? കൊടും പാപിയായില്ലേ? കൊടും പാപിയായി. ജയിലിനകത്ത് ഇട്ടപ്പോൾ വിചാരിച്ചു കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഒടുവിൽ കൊല്ലേണ്ടി വന്നു അയാൾക്ക്. എന്തുകൊണ്ടാണ്? തക്ക സമയത്ത് മാനസാന്തരപ്പെട്ടില്ല. പറഞ്ഞ സമയത്ത് നീ ഇങ്ങനെ സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ച് തെറ്റ് എന്ന് പറയുന്ന സമയത്ത് ദാവീദിനെ പോലെ ബേർശബയെ പിടിച്ചുകൊണ്ട് തെറ്റാണ് എന്ന് പറഞ്ഞ സമയത്ത് മാനസാന്തരപ്പെട്ടതുപോലെ ഇദ്ദേഹം മാനസാന്തരപ്പെട്ടിരുന്നുവെങ്കിൽ ഈ കൊലപാതകത്തിന് ഇതിന് കൂട്ടിക്കേണ്ടി വരില്ലായിരുന്നു, രക്ഷപ്പെടാമായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ജഡാഭിലാഷമല്ല പ്രധാനം, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണ് പ്രധാനം. ദൈവം പറയുന്നതിനാണ് പ്രാധാന്യം. അപ്പോൾ ആ വചനം അകത്തെടുക്കണേ. പ്രസംഗം കേട്ടാൽ പോരാ. അത് ഈ ഹെരോദാവിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഒരു വചനം വായിക്കുമ്പോൾ മർക്കോസ് സുവിശേഷം നമ്മൾ വേണ്ട. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചു. ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മളിത് അവസാനിപ്പിക്കും. അതിൽ ചില വചനങ്ങൾ കൂടെ പറയും. വിവേകശൂന്യനായ ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. വിവേകശൂന്യതയാണ് ഈ മനുഷ്യൻ്റെ പ്രത്യേകത. അതെങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വായിക്കുന്നില്ല. ഇദ്ദേഹം പറയാണ്, ഇദ്ദേഹത്തിൻ്റെ ഹെരോദ്യയുടെ മകളോട് പറയാണ്. ഇദ്ദേഹത്തിൻ്റെ മകളല്ലത്, ഹെരോദ്യയുടെ മകളാണ്. അപ്പോൾ ഹെരോദ്യയുടെ മകൾ വന്ന് നൃത്തം ചെയ്യുന്നു. ആ ദിവസം നൃത്തമൊക്കെ ചെയ്തു. ഒത്തിരി അതിഥികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സുന്ദരിയായ പെണ്ണായിരിക്കണം. അപ്പോൾ അവൾ നൃത്തമൊക്കെ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ആൾക്കാർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ഹെരോദാവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ അതിൽ പ്രീതി പൂണ്ടിട്ട് ഇയാൾ ഈ പെങ്കൊച്ചിനോട് പറയുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോ, രാജ്യത്തിൻ്റെ പകുതിയാണെങ്കിൽ തരും. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. രാജ്യത്തിൻ്റെ പകുതിയാണെങ്കിൽ തരും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു രാജാവ് പറയാണ്. ഇത്ര ഭോഷനാണ് ഈ മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു കൊച്ചു പെണ്ണ് വന്നിങ്ങനെ ആടി കാണിച്ചപ്പോൾ പറയാണ് രാജ്യത്തിൻ്റെ പകുതി തരാമെന്ന്. മനസ്സിലായോ? ആ വിവേകം നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ വിവേകശൂന്യത. ഒരു രാജാവിൻ്റെ കരങ്ങളിൽ ഒരു രാജ്യം കൊടുത്തിരിക്കുന്നത് ചുമ്മാ കളി തമാശയാണ്. ഒരു പെണ്ണ് നൃത്തം ചെയ്തപ്പോൾ ഇങ്ങനെ കൊടുക്കാനുള്ളതാണോ രാജ്യം? എന്ത് ഉത്തരവാദിത്വമാണ് ആ രാജ്യം? ഈ പെണ്ണ് ചോദിച്ചെങ്കിലോ? ആ രാജ്യത്തിൻ്റെ പകുതി ഇരിക്കും. ഞാൻ ഭരണം നടത്താൻ തീർന്നില്ല ആ രാജ്യം, ഭരണം നശിച്ചു പോയില്ല, പെങ്കൊച്ച് ഭരിച്ചങ്ങനെ ഇരിക്കും. അപ്പോൾ അത്ര വിവേകമില്ലാതെ ഈ മനുഷ്യൻ സംസാരിക്കുന്നു. ചോദിച്ചു, ഞാൻ തരാം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം നമ്മുടെ കരങ്ങളിൽ ചില സംഗതികൾ തന്നിട്ടുണ്ട്. നമ്മളുടെ കരങ്ങളിൽ ചിലതൊക്കെ തന്നിട്ടുണ്ട്. ഉത്തരവാദിത്വ ബോധത്തോടെ യൂസ് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഒത്തിരി സംഗതികൾ തന്നിട്ടുണ്ട്. ഇതിനെ വിവേകത്തോടെ യൂസ് ചെയ്യണം. അനേകം ആൾക്കാർക്കില്ലാത്തൊരു സാധനമാണ്. അതിൽ ഒരു സാധനം എന്ന് പറയുന്നത് സമ്പത്താണ്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറയുന്ന ഒരു സാധനം. ഒത്തിരി ആൾക്കാർ അബദ്ധം കാണിക്കുന്ന ഒരു സംഗതി സമ്പത്താണ്. നമ്മൾ വിചാരിക്കുന്നത് എളുപ്പമെന്നാണ്. പല ആൾക്കാർ വിചാരിക്കുന്നത് സമ്പത്ത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമെന്നാണ്. അല്ല, ഒരിക്കലും സമ്പത്ത് ഹാൻഡിൽ ചെയ്യുന്നത് എളുപ്പ പരിപാടിയേ അല്ല. അങ്ങനെ എളുപ്പത്തിൽ സമ്പത്ത് ഹാൻഡിൽ ചെയ്യുന്ന വീടുകളിൽ എല്ലാ സമ്പത്ത് കുത്തഴിയും. അതിൻ്റെ റീസൺ, സമ്പത്തിനകത്തൊരു അശുദ്ധാത്മാവിൻ്റെ ശക്തമായ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് എല്ലാ പണത്തിനകത്തും ഈ സ്വാധീനമുണ്ട്. മാമോൻ എന്ന് പറഞ്ഞ് കർത്താവ് അതിനെ പറയുന്നുണ്ട്. പണം, അതിനകത്തൊരു അശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് അതിനകത്തൊരു ക്ലീനിങ് പ്രോസസ്സ് നടത്തുന്നത്. ദശാംശം. മനസ്സിലായോ? നിങ്ങൾക്ക് 100 രൂപ കിട്ടുമ്പോൾ 10 രൂപ അങ്ങ് ദശാംശമായിട്ട് മാറ്റുമ്പോൾ ബാക്കി 90ൻ്റെ മേൽ ദൈവാനുഗ്രഹം വരും. അശുദ്ധാത്മാവിൻ്റെ സ്വാധീനം ആ പണത്തിലില്ലാതെ വരും. അങ്ങനെ ഇത് വിടുതൽ പ്രാപിക്കുന്നു. എല്ലാ പണത്തിനകത്ത് ഇങ്ങനെ കുഴപ്പമുണ്ട്. പണം നിങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതായത് ഒരു മനുഷ്യൻ നേരെ ചൊവ്വേ പണം യൂസ് ചെയ്യാൻ കഴിയില്ല എങ്കിൽ ആ മനുഷ്യൻ ആ പണത്തിന്മേൽ കൺട്രോൾ വരാൻ പാടില്ല. എളുപ്പത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾ ഭർത്താവും ഭാര്യയുമാണ്. ഇപ്പോൾ പണം സമ്പാദിക്കുന്ന 2 പേരും ഏൺ ചെയ്യുന്നു എന്ന് വെച്ചോ. 2 പേർക്കും പൈസ സമ്പാദിക്കുന്നവരാണ്. അപ്പോൾ ഈ ഭർത്താവിൻ്റെ പൈസ ഭർത്താവിൻ്റെ കയ്യിലും ഭാര്യയുടെ പൈസ ഭാര്യയുടെ കയ്യിലുമാണ്.
അത് വെച്ച് നിങ്ങൾ വീട് മെയിൻറ്റെയിൻ. ഇപ്പോൾ ഭർത്താവ് കുറേ കാര്യങ്ങൾ ആ പണം വെച്ച് ചെയ്യുന്ന അയാളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ചില വീടുകളിലെല്ലാം ഈ ഭാര്യയുടെ പൈസയെ നിയന്ത്രണം ആർക്കാണ്? ഭർത്താവിനാണ്. നോർമലി ഹസ്ബൻഡ് ഹെഡ് ഓഫ് ദ ഹൗസ് എന്ന് നമുക്ക് പറയാം, ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം നിയന്ത്രിച്ചു എന്ന് നമുക്ക് വിചാരിക്കാം. തെറ്റൊന്നുമില്ല കേട്ടോ, അങ്ങനെ നിയന്ത്രിക്കുക. ഒരു ഹെഡ് ഉണ്ടാവട്ടെ, നല്ലതാണ്. പക്ഷേ ഈ മനുഷ്യൻ്റെ നിയന്ത്രണത്തിനകത്ത് പണം കുത്തഴിയുന്നു എന്ന് കണ്ടാൽ, ബെസ്റ്റ് ടിപ്പാണ് ഞാൻ പറഞ്ഞത്, കുത്തഴിയുന്നു, സാമ്പത്തികം കയറുന്നില്ല എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവും, ഉടൻ ഈ മനുഷ്യൻ്റെ, ഈ ഹസ്ബൻഡിൻ്റെ ഫിനാൻഷ്യൽ റൈറ്റ് ക്ലോസ് ചെയ്യുക. ആത്മാർത്ഥം ഞാൻ പറഞ്ഞത് വളരെ സീരിയസ് ആയ ഒരു മാറ്റർ കർത്താവ് പഠിപ്പിച്ചതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പൈസ കൺട്രോൾ ചെയ്യാനേ പാടില്ല. കാരണം അദ്ദേഹം കൺട്രോൾ ചെയ്താൽ കംപ്ലീറ്റ് പൈസ പിശാച് കൊണ്ടുപോകും. കാരണം അദ്ദേഹത്തിൻ്റെ മേലുണ്ടായിരുന്ന ഫിനാൻഷ്യൽ റൈറ്റ് കർത്താവ് എടുത്തിരിക്കുന്നു. കാരണം അദ്ദേഹം ഫിനാൻസ് നേരെ യൂസ് ചെയ്തില്ല, തെറ്റായി യൂസ് ചെയ്തു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കവറിങ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാട് കാണേയില്ല. എത്ര ശ്രമിച്ചാലും കയറില്ല വീട്. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ റൈറ്റ് ക്ലോസ് ചെയ്ത് കളയുക. ദൈവം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, ദൈവത്തിന് റൈറ്റ് ഇല്ല, നമ്മൾ ചെയ്യാം. ഇനി ഫിനാൻസിൻ്റെ കാര്യം ഭാര്യ നോക്കും. മനസ്സിലായോ? പൈസ ഉണ്ടാക്കി ഭാര്യ ഏൽപ്പിക്കുക. ആ ഭാര്യയുടെ മേൽ റൈറ്റ് ഉണ്ടെങ്കിൽ ആ വീട് സ്മൂത്തായിട്ട് കയറാൻ തുടങ്ങും. ഇനി അത് കഴിഞ്ഞ് ഈ ഹസ്ബൻഡ് ദൈവസന്നിധിയിരുന്ന് മുൻകാലങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഒന്നേം ദൈവത്തിൽ സമർപ്പിച്ച് ഫിനാൻസ് എങ്ങനെ ക്രമീകരിക്കുന്നു പഠിച്ച് വിവേകമുള്ളവനായി, ഇയാളെ പോലത്തെ വിവേകമില്ലാത്തവന്മാരാവാൻ പാടില്ല. കാരണം തോന്നുമ്പോൾ എടുത്തും കൊടുത്തുള്ളൂ, എവിടെയെങ്കിലുമൊക്കെ ചെന്ന് അവിടെ എടുത്തെറിയുന്നു, ഇവിടെ എടുത്തെറിയുന്നു, അത് വാങ്ങുന്നു, ഇത് വാങ്ങുന്നു, ഉള്ളിടത്തെല്ലാം കൊണ്ട് സ്പെൻഡ് ചെയ്യും. വിവേകശൂന്യത അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ വിവേകം പഠിച്ചതിന് ശേഷം ഈ റൈറ്റ് തിരിച്ചു വരും, ദൈവം കൊടുക്കും. അപ്പോൾ സമ്പത്ത് ഉപയോഗിക്കാം. ഫിനാൻസിനെ പറ്റി പറയാണ്, വ്യക്തമായ വളരെ സീരിയസ് മാറ്ററാണ്. ഞാൻ റൈറ്റുകളെ പറ്റി അധികം ഇവിടെ പ്രസംഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി. ഫാദർ റൈറ്റ്, അപ്പന്മാർക്ക് റൈറ്റ് ഉണ്ട്, മദർ അമ്മമാർക്ക് റൈറ്റ് ഉണ്ട്, സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക്, ഇതെല്ലാം സ്പിരിച്വൽ റൈറ്റ്സ് ഉണ്ട്. ഇതിനകത്തെല്ലാം റൈറ്റ്സ് കട്ടായി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ഒരു അവകാശവുമില്ല ഇതിൻ്റെ മേലൊന്നും. അപ്പൻ അവകാശമില്ലെങ്കിൽ മക്കളെ പഠിപ്പിച്ചാലോ അല്ലെങ്കിൽ ഉപദേശിച്ചാലും മക്കൾക്ക് അനുഗ്രഹിക്കപ്പെടത്തില്ല, മക്കൾക്ക് ഉപദേശം എടുക്കാൻ പറ്റില്ല, അവർ സ്വീകരിക്കുന്നില്ല, അവർ തിരിച്ച് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. റൈറ്റ് ഇല്ല, കാരണം അയാൾ എവിടെ തെറ്റ് ചെയ്തു. അപ്പൻ എന്നുള്ള റൈറ്റ് നഷ്ടപ്പെട്ടത്. അതുപോലെയാണ് ഫിനാൻസിൻ്റെ കാര്യത്തിലും. എല്ലാ മേഖല നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന. അപ്പോൾ ഈ ഫിനാൻസ് പറഞ്ഞതുപോലെ തന്നെ മക്കളുടെ കേസ് സെയിമാണ്. മക്കളുടെ കേസ്, അതായത് അപ്പൻ മക്കളെ ഇങ്ങനെ ശിക്ഷിച്ച് ശാസിച്ചും വളർത്താം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ശിക്ഷിക്കാം, നിങ്ങൾ ശാസിക്കാം, നല്ല ഉപദേശങ്ങൾ കൊടുത്താൽ വളർത്തണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന സ്വത്താണത്. ഹെരോദാവിൻ്റെ കയ്യിൽ ഒരു രാജ്യം ഏൽപ്പിച്ചതുപോലെ ഏൽപ്പിച്ചൊരു സ്വത്താണ് നിങ്ങളുടെ മക്കൾ. ഈ മക്കളെ എങ്ങനെ പരിപാലിക്കണം? വിവേകത്തോടെ. തോന്നുന്ന സമയത്ത് അങ്ങോട്ടെടുത്ത് എറിയാനുള്ളതല്ല, ഇങ്ങോട്ടെടുത്ത് എറിയാം. നിങ്ങൾക്ക് തോന്നും പോലെ കിട്ടി വളർത്താനുള്ളതല്ല, തോന്നും പോലെ ഉപയോഗിക്കാനോ പഠിപ്പിക്കാനുള്ളതല്ല, തോന്നും പോലെ അടിക്കാനുള്ളതല്ല മക്കൾ. അല്ല, അതിനകത്ത് വിവേകത്തോടെ വളരെ സൂക്ഷ്മതയോടെ. അങ്ങനെ വളർത്തിയില്ല എങ്കിൽ ഈ അപ്പൻ ഈ റൈറ്റ് അങ്ങ് പോവും, പാരൻറ്റിങ് റൈറ്റ് അങ്ങ് പോവും. ദൈവം പിന്നെ അപ്പനിൽ കാണില്ല. മക്കളെ ഉപദേശിക്കാൻ അപ്പന് റൈറ്റ് കാണില്ല. ഈ അപ്പൻ മക്കളെ ഉപദേശിച്ചാൽ അവർ കേൾക്കത്തില്ല, അവർ ഉള്ളത്തിൽ എടുക്കത്തില്ല, അവർക്ക് ഇറിറ്റേഷൻ ആയിക്കൊണ്ടിരിക്കും. ഈ അപ്പൻ്റെ സംസാരം ഭയങ്കര വെറുപ്പായിരിക്കും. കാരണം അപ്പന് റൈറ്റ് പോയി. കാരണം നന്നായിട്ടല്ല വളർത്തിയത്, വിവേകശൂന്യനായി വളർത്തി. അമ്മയായിരുന്നാൽ ഇത് തന്നെയാണ്. വളരെ ശ്രദ്ധിച്ചോളാം. പാരൻറ്റിങ് റൈറ്റ് പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ദൈവസന്നിധി മുഴങ്കാലം മടക്കി മക്കളെ വളർത്തി തെറ്റിപ്പോയി കർത്താവ്. എന്തുകൊണ്ട് തെറ്റിയെന്ന് ചോദിച്ചാൽ, വ്യഭിചാരിയായ ഒരമ്മ, ഉദാഹരണം പറയണം, വ്യഭിചാരിയായ ഒരു അമ്മ അല്ലെങ്കിൽ വ്യഭിചാരിയായ ഒരു അപ്പൻ, അവിഹിത ബന്ധം ഒരമ്മയ്ക്കുണ്ടായാൽ ഒരപ്പൻ ഉടൻ കട്ടാവും. ഉടൻ ആ സ്പോട്ടിൽ ഈ അമ്മയ്ക്ക് മകൻ്റെ മേൽ റൈറ്റ് ഇല്ല. കാരണം അമ്മ എന്ന് പറഞ്ഞ അമ്മയാണ്, അത് പരിശുദ്ധമാണ്. മനസ്സിലായോ? അമ്മ പ്രസവിച്ച ഉദരം പരിശുദ്ധമാണ്, ദൈവം ദാനം ചെയ്തതാണത്. അപ്പോൾ ഈ അമ്മ തെറ്റായി ബന്ധത്തിൽ പോകുമ്പോൾ റൈറ്റ് കട്ടാവും. നീ ഇനി അമ്മ അല്ല എന്ന് പറയും ദൈവം. മനസ്സിലായോ? ഈ കുഞ്ഞ് ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണ്. ഈ അമ്മയിലൂടെ ഒരു അശുദ്ധാത്മ കുഞ്ഞിന്മേൽ പ്രവേശിക്കുന്നതിനെ കട്ടി തളയും ദൈവം. ആ സ്പിരിച്വൽ റൈറ്റ് കട്ടി തളയും. പിന്നെ ഈ അമ്മ എത്ര ഉപദേശിച്ചാലും ഇങ്ങോട്ട് കയറില്ല, അതിന് പല അശുദ്ധാത്മകൾ കയറിക്കൊണ്ടിരിക്കും. ഈ കുഞ്ഞിൻ്റെ ജീവിതം നശിക്കും. അപ്പന്മാരും ഇതുപോലെ തന്നെയാണ്. തെറ്റായ യാത്ര, മദ്യപിക്കുന്ന അപ്പൻ, മദ്യപാനിയായിട്ട് തോന്നുപോലെ മദ്യപിച്ച് വീട്ടിൽ വന്ന് കയറുന്നൊരു അപ്പൻ മക്കളെ ഉപദേശിക്കാൻ റൈറ്റില്ല. ആ റൈറ്റ് പോയി, അവകാശം പോയി. ഭോഷത്വം, നേരെ ചൊവ്വേ ജീവിക്കാത്ത വിവേകശൂന്യനായ ഒരു മനുഷ്യൻ്റെ കയ്യിൽ എന്തെങ്കിലും എടുത്തു കൊടുത്താൽ അയാൾ തന്നെ നശിപ്പിക്കും. റൈറ്റ് പോയി. ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീട്, ഞാൻ പറഞ്ഞു ഡിസംബർ നിങ്ങൾ വീട് വൃത്തിയായി സൂക്ഷിക്കുക. ദൈവം ദാനം ചെയ്ത വീട്, ഹെരോദാവിൻ്റെ കൊട്ടാരം, ഒരു പെങ്കൊച്ചു ആടി കാണിച്ച സമയത്ത് എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുന്ന വിവേകശൂന്യത നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് കുത്തഴിഞ്ഞ വീടാണ്, വൃത്തിയില്ലാത്ത വീടാണ്, അടുക്കും ചിട്ടയില്ലാത്ത വീടാണ്. കാരണം നിങ്ങൾ വിവേകമില്ലാത്തവരാണ്. ദൈവം ദാനം ചെയ്തതിനെ പരിശുദ്ധമായി സൂക്ഷിക്കാനുള്ള വിവേകമില്ല എങ്കിൽ അതിൻ്റെ മേലുള്ള റൈറ്റ് പോയി. അതിനാ ദൈവാനുഗ്രഹമില്ല. വീട്, എല്ലാ മൊബൈൽ ഫോൺ, നിങ്ങളുടെ കാര്യങ്ങൾ മൊബൈൽ, ദൈവം ദാനമാണ്. അതൊക്കെ
ദൈവത്തിൻ്റെ ദാനം. നിങ്ങൾക്ക് തോന്നും നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു എന്ന് വിചാരിക്കരുത്. ദൈവത്തിൻ്റെ ദാനമാണ്. തെറ്റായ വീഡിയോസ് കാണുക, ദൈവഹിതമല്ലാതെ കുറേ കാര്യം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ മേലുള്ള സ്പിരിച്വൽ റൈറ്റ് കട്ടാവും. അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങളുണ്ട് അതിനകത്ത്. അതൊന്നും വരാതെയാവും. അതിന് പകരം അശുദ്ധാത്മകൾ കയറാൻ തുടങ്ങും. എല്ലാ സാധനവും വീട്ടിനകത്തിരിക്കുന്ന TV ആയിരുന്നാലും ദൈവം ദാനം ചെയ്തു. എങ്ങനെ യൂസ് ചെയ്യണം? ദൈവഹിതപ്രകാരം. തോന്നും പോലെ ഉപയോഗിക്കാൻ പാടില്ല. വിവേകത്തോടെ. ഭാര്യമാരോട് വിവേകത്തോടെ പെരുമാറുവൻ. വേദപുസ്തകം എഴുതിയിരിക്കുന്നു. ഭാര്യ, നിങ്ങൾക്ക് ദൈവം ദാനമാണത്. വിവേകത്തോടെ പെരുമാറാം. തോന്നും പോലെ ചാടാനും ബഹളം വയ്ക്കാനുള്ള നല്ലത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഭാര്യയുടെ റൈറ്റ് കാണില്ല. ഭാര്യയുടെ മേൽ ഭർത്താവിൻ്റെ റൈറ്റ് പോവും. ഭാര്യ എങ്ങനെ നോക്കണമെന്നാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. ക്രിസ്തു എങ്ങനെ സഭയെ സ്നേഹിച്ചുവോ, എങ്ങനെ ജീവൻ കൊടുത്ത് ഭാര്യയെ സ്നേഹിക്കുമ്പോൾ ഭർത്താവിൻ്റെ മേൽ ഒരു റൈറ്റ് ഇരിക്കും. ആ റൈറ്റ്, ആ ഭർത്താവ് ഭാര്യയോട് ഒരു കാര്യം പറഞ്ഞാൽ അവൾ അത് കേൾക്കേണ്ടി വരും. കേട്ടേ പറ്റൂ. കാരണം തലയാണ്. എന്തുകൊണ്ട് തലയായി? ക്രിസ്തുവിനെ പോലെ ആയതുകൊണ്ടാണ്. ക്രിസ്തുവിനെ പോലെ ആകാത്തൊരു ഭർത്താവിന് റൈറ്റ് ഉണ്ടാവില്ല. മനസ്സിലായോ? അങ്ങനെ സ്നേഹിക്കാൻ കഴിയണം, അങ്ങനെ സ്വീകരിക്കാൻ കഴിയണം, അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയണം. ആ ഭാര്യ അങ്ങനെ ജീവന് തുല്യം സ്നേഹിക്കാൻ കഴിയണം. അവൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ പറ്റണം. അങ്ങനൊരു ഭർത്താവിന് മാത്രമേ ഭാര്യയുടെ മേൽ ഒറിജിനൽ റൈറ്റ് കാണൂ. ആ ഭർത്താവ് ഒരു കാര്യം ഭാര്യയോട് പറയേണ്ടി ഇന്നതാണ് കേസെന്ന് പറഞ്ഞാൽ അവൾ അത് എടുക്കേണ്ടി വരും. അപ്പോൾ എതിർത്താൽ അടിയിട്ടു. എതിർക്കരുത്. കാരണം ക്രിസ്തുവിന് സ്ഥാനത്ത് നിൽക്കുകയാണ് അയാൾ. അത്ര പരിശുദ്ധനാണ് മനുഷ്യൻ. ആ മനുഷ്യനോട് ഭാര്യ എതിർത്താൽ ആ ഭാര്യയ്ക്കാണ് ദോഷം. കാരണം അയാൾ ആ റൈറ്റിൽ പൊസിഷനിൽ നിൽക്കുകയാണ്. ആ പൊസിഷനിൽ നിൽക്കുകയാണ്. അയാൾ തലയാണ്, അനുസരിച്ചേ പറ്റൂ. അങ്ങനെയാണ് ഭാര്യമാർ ഭർത്താവിനെ കീഴടങ്ങുന്നത്. അല്ലാതെ എല്ലാ എണ്ണവും കീഴടങ്ങേണ്ട കാര്യങ്ങളൊന്നുമില്ല. സത്യമാണ് തുറന്നു പറഞ്ഞാൽ. അങ്ങനെ കീഴടങ്ങിയെടുത്താണ് അപകടങ്ങളുണ്ടാകുന്നത്. അതാണ് തമ്മിൽ അടിയടക്കുന്നത്. കാരണം റൈറ്റ് പൊസിഷനിലല്ല തന്നത്. കയ്യിൽ തന്നതിനെ സൂക്ഷിക്കാൻ അറിഞ്ഞുകൂടാത്ത വിവേകശൂന്യരായിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരിക. എല്ലാ സംഗതി, സ്വത്ത്, എല്ലാ കാര്യങ്ങളും അത് തന്നെ. ചില വചനങ്ങളെടുത്തേ, ചില വചനങ്ങൾ ഒന്ന് വായിക്കാമോ? സദൃശ്യവാക്യം 10-ാം അധ്യായം 21-ാം വചനം. സദൃശ്യവാക്യം 10:21. നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും, ഭോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു. പലരെയും പോഷിപ്പിക്കും. കേട്ടോ, വചനങ്ങൾ എടുത്തോട്ടെ, ഞാൻ വിശദീകരിക്കാൻ സമയമില്ല. നല്ല ആധാരങ്ങളുള്ള ആൾ പലരെയും പോഷിപ്പിക്കും. നന്മയെ കൊടുക്കത്തുള്ളൂ, ദോഷം ചെയ്യത്തില്ല. സദൃശ്യവാക്യം 13:20. സദൃശ്യവാക്യം 13:20. ജ്ഞാനികളോട് കൂടെ നടക്ക, നീയോ ജ്ഞാനിയാകും, ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. ജ്ഞാനികളുടെ കൂടെ നടക്കണം. കണ്ടോ, അപ്പോൾ വിവേകം വരും, വിവരം വരും. വിവരം എങ്ങനെ ജീവിക്കണമെന്ന് അറിവുള്ളവൻ്റെ കൂടെ നടക്കണം. എവിടെയാണ് ജ്ഞാനി? യഥാർത്ഥത്തിൽ വേദപുസ്തകം അറിയുന്നവരാണ് ജ്ഞാനി. ലോകത്തെ അറിയുന്നവർ മാത്രം നോക്കരുത്, അബദ്ധമാവും നിങ്ങൾ. കാരണം എന്തറിയാമോ? ഇപ്പം ഞാൻ ലോകപ്രകാരമായി ജീവിച്ചതുപോലെ നിങ്ങളെ ജീവിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടണമെന്നില്ല. എത്രയോ ആൾക്കാർ എനിക്കറിയാൻ തരാം. ഒരേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എനിക്കറിയാം. ഒരേ ബിസിനസ്, ഇന്നയാൾ ചെയ്യുന്ന അതേ ബിസിനസ് ഇന്നയാളും ചെയ്യുന്നു. ഇയാൾ രക്ഷപ്പെടുന്നു, ഇയാൾ പരാജയപ്പെടുന്നു. ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട് ഇങ്ങനെ സംഭവങ്ങൾ. ഒരേ ബിസിനസ്, ഒരേപോലെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരേപോലെ തുടങ്ങിയ ആൾക്കാരിൽ ചിലർ രക്ഷപ്പെടുന്നു, ചിലർ പരാജയപ്പെടുന്നു. ഇയാളെ കണ്ട് പഠിച്ച ഇയാൾ ഇങ്ങനെ രക്ഷപ്പെടും. ചിലർ രക്ഷപ്പെടും, ചിലർ പരാജയം. ലോകത്തിൻ്റെ പാഠങ്ങൾ രക്ഷപ്പെടണമെന്നില്ല. ലോകത്തിൻ്റെ അറിവുകൾ മാത്രം എടുത്ത് രക്ഷപ്പെടണമെന്നില്ല. നിങ്ങൾ രക്ഷപ്പെടണോ? യഥാർത്ഥ ജ്ഞാനിയുടെ കൂടെ നടക്കൂ. എന്താണ് നിങ്ങൾ? സ്പിരിച്വലി അറിവുള്ള ഒരാൾ ജ്ഞാനിയാണ്. സ്പിരിച്വൽ റലത്തെപ്പറ്റി ബോധമുള്ള ഒരാൾ, സ്പിരിച്വൽ അറ്റാക്സ് വരുമ്പോൾ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാൾ. നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പിന്നിൽ എന്താണ്? അശുദ്ധാത്മാവ് എങ്ങനെ നിൽക്കുന്നു? നിങ്ങൾ എങ്ങനെ പോയാൽ അനുഗ്രഹിക്കപ്പെടും? എന്ത് തീരുമാനമെടുക്കുക? ഇത് പറഞ്ഞു തരാനുള്ള ജ്ഞാനമുള്ള ഒരാൾ. ഏത്? സ്പിരിച്വൽ നോളജ്. വേദപുസ്തകം പറയുന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പഠനമല്ല, ആ ജ്ഞാനമല്ല, സ്പിരിച്വലാണ്. ആ ജ്ഞാനം എല്ലാവർക്കും ഉണ്ടാവണമെന്നൊന്നുമില്ല കേട്ടോ. സ്പിരിച്വൽ ജ്ഞാനം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ആ ജ്ഞാനത്തിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? കുറേ പാട്ടും പറഞ്ഞ് പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് എന്നൊക്കെ പറഞ്ഞ് ചാടിയിട്ട് കാര്യമൊന്നുമില്ല. സത്യസന്ധമായി വചനം പഠിക്കണം. വചനത്തിൻ്റെ മർമ്മങ്ങൾ ആഴമായിട്ട് പഠിച്ചാൽ മാത്രമേ ജ്ഞാനിയാവൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഫിനാൻസിനെ പറ്റി വേദപുസ്തകം എന്ത് പഠിക്കുന്നു നിങ്ങൾ പഠിക്കണം. സ്പിരിച്വൽ റൈറ്റുകളെ പറ്റി പഠിക്കണം. അത് പരിശുദ്ധാത്മ ബോധം തരണം. എനിക്കൊരു രാത്രിയിൽ പരിശുദ്ധാത്മ ഈ സാധനങ്ങൾ വെളിപ്പെടും. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഈ സ്പിരിച്വൽ റൈറ്റ്സ് ഒരിടത്തും ഞാൻ കേട്ടിട്ടില്ല ആ സാധനം. ആദ്യമായിട്ട് ആ സംഭവം കേൾക്കുമ്പോൾ കർത്താവ് എന്നെ ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഈ സംഭവം എന്തുമാത്രം ആഴമാണ് ഈ സംഗതി. ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ജ്ഞാനം വേണം. അങ്ങനെയുള്ള ജ്ഞാനികളുടെ കൂടെ നടന്നാൽ നിങ്ങൾ ജ്ഞാനിയാവും. ഒരിടവും നിങ്ങൾ പരാജയപ്പെടില്ല. കുടുംബജീവിതങ്ങൾ പരാജയപ്പെടില്ല, സാമ്പത്തിക മേഖല പരാജയപ്പെടത്തില്ല, ഒന്നും പരാജയപ്പെടില്ല, കുഞ്ഞുങ്ങൾ പരാജയപ്പെടത്തില്ല. ജ്ഞാനികളുടെ കൂടെ നടക്കൂ, വിവേകമുള്ളവരായി മാറും. അടുത്ത് വായിച്ചേ, സദൃശ്യവാക്യം 17 വായിച്ചത്? 16 അടുത്ത് സദൃശ്യവാക്യം 17:16. മൂഢന് ബുദ്ധിയില്ലാതിരിക്കെ ജ്ഞാനം സമ്പാദിപ്പാൻ അവൻ്റെ കയ്യിൽ ദ്രവ്യം എന്തിന്? കണ്ടോ, മൂഢന് ബുദ്ധിയില്ല. അയാളുടെ കയ്യിൽ എന്തിനാ ദ്രവ്യം? അയാളുടെ പൈസ ഒന്നും കൊടുക്കരുത്. പൈസ കൊടുത്താൽ നശിച്ചു പോവും, നശിപ്പിച്ച് കളയും. അറിവില്ല, കഴിവില്ല, അയാൾക്ക് ഒന്നിനും പറ്റത്തില്ല, ജ്ഞാനം സമ്പാദിക്കാനും പറ്റത്തില്ല. മൗഢ്യത, വിവേകശൂന്യത,
കയ്യിൽ കൊടുക്കാൻ പാടില്ല. അടുത്ത് സദൃശവാക്യം 14:1. സദൃശവാക്യം 14:1. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. വിശാലമായൊരു വാക്യമാണത്. നമുക്കതൊന്നും വിശാലമായി പഠിക്കാൻ പറ്റത്തില്ല. സ്ത്രീകളിൽ ജ്ഞാനിയായവൾ വീട് പണിയുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് പണിയിൽ നടക്കുന്നത്. ഓരോ കട്ട വെച്ചാൽ മതി, ചാടി ഇറങ്ങില്ല ഇന്ന് തന്നെ അങ്ങ് പണി തുറക്കാമെന്ന് വിചാരിക്കരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ജ്ഞാനം അവിടെയാണ് ഇരിക്കുന്നത്. വിവേകശൂന്യരായ ആൾക്കാരാണ് ഇന്ന് തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർ. ചില ആൾക്കാർ പണം സമ്പാദിക്കാൻ ശ്രമിക്കും. ചില ഈ ബിസിനസ്സിനൊക്കെ ഇറങ്ങുന്ന ചില ആൾക്കാർ എനിക്കറിയാം, പിന്നെ ഏതെങ്കിലും വലിയ ബിസിനസ് മാഗ്നറ്റ്സിനെ കണ്ടിട്ട് പ്രചോദനം ഉൾക്കൊണ്ടാണ് ബിസിനസ് തുടങ്ങുന്നത്. അംബാനിയെ നോക്കിയിട്ടാണ് ഇവിടെ തുടങ്ങുന്നത്. അംബാനിയെ നോക്കുമ്പോൾ അയാൾ അങ്ങനെയൊക്കെ ഇങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് അത് കണ്ട് അതിൻ്റെ യൂട്യൂബ് വീഡിയോ എല്ലാം കാണും. അംബാനിയുടെ യൂട്യൂബ് വീഡിയോ എത്രയും കാണും. അംബാനി എന്ത് സൂപ്പറായി അതിൻ്റെ മുഴുവൻ കണ്ടിട്ട് ഇവിടെ മറ്റേ കോഴിക്കച്ചവടം തുടങ്ങും. എന്നിട്ട് അംബാനി ആകുന്ന രീതിയിൽ ആദ്യം കാർ എടുക്കും. സീരിയസ്ലി എനിക്കറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം കാർ എടുക്കും. അപ്പം അംബാനി നടക്കുമ്പോൾ ഇങ്ങനെ നടക്കും. ഇവിടെ കോഴി വിറ്റില്ല, അതിനും കൂടെ അംബാനിൻ്റെ കാറിലാണ് പോകുന്നത്. ഏത് മൈൻഡ് സെറ്റാണിത്? മനസ്സിനകത്ത് അംബാനിയായിട്ട് മാറി ഇവിടെ പുത്തട്ട് കിടക്കുകയാണ്. അത് കുത്തഴിയും. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ഒരിക്കലും മൈൻഡ് സെറ്റിനകത്ത് അംബാനിയെ കാണാനല്ല ശ്രമിക്കേണ്ടത്. താഴേന്ന് തുടങ്ങും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീട് പണിയുന്നത് ഒരു കട്ട, രണ്ടാമത്തെ കട്ട, മൂന്നാമത്തെ കട്ട വെച്ച് പതുക്കെ പതുക്കെ. ഒരു അംബാനി ആവാൻ എത്ര തലമുറ മുമ്പ് അവരെങ്ങനെ തുടങ്ങിയെന്ന് അറിയണം. ടാറ്റ എങ്ങനെ ആയത്? വെറും പഞ്ഞി കൊണ്ട് തുടങ്ങി അദ്ദേഹത്തിൻ്റെ എത്ര തലമുറകൾക്ക് മുമ്പ് ഒരു കൊച്ചു പഞ്ഞി വെച്ച് തുടങ്ങിയത്. അവിടെ നിന്ന് ഓരോ കട്ട വെച്ച് ഇന്ന് അയാൾ ടോപ്പിൽ നിൽക്കുമ്പോൾ അതെടുത്ത് പഠിച്ച് നമുക്ക് ഇറങ്ങാൻ പറ്റുമോ? വിഡിതങ്ങൾ കാണിക്കാൻ പാടില്ല. ഓരോ വീട് പണിയുന്നവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പതുക്കെ. നിൻ്റെ തലമുറയായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഉന്നതങ്ങളിൽ എത്തണം, നീ ആയിരിക്കണമെന്നില്ല. ദാവീദിൻ്റെ അടുത്ത് ആലയം പണിയാൻ ദൈവം പറഞ്ഞില്ല. അവന് സ്വപ്നം ഉണ്ടായിരുന്നു, പക്ഷേ ശലോമ പണിയട്ടെ, നീ പണിയണ്ടെന്ന് പറഞ്ഞു. നീ യുദ്ധം ചെയ്തല്ലോ, അതൊക്കെ നിൻ്റെ ദൗത്യം അത്രേ ഉള്ളൂ. ബാക്കി അവർ ചെയ്യും. എല്ലാം നമ്മളെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടത് മാത്രം ചെയ്യ്. കട്ട വെച്ച് പതുക്കെ മൂവ് ചെയ്യുക. നിങ്ങൾ ബുദ്ധിമുട്ടാവത്ത്. അതാണ് ജ്ഞാനി, യഥാർത്ഥ വിവേകം, ബുദ്ധി. പതുക്കെ 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 ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥനാ സമയം കളഞ്ഞിട്ട് ഓരോട് ഇറങ്ങല്ലേ, അവിടെ ഇരിക്കുക. പതുക്കെ ഇരുന്ന് പതുക്കെ മൂവ് ചെയ്യാം. പോവാം. 1 തിമോത്തിയോസ് 3:16-17. 1 തിമോത്തിയോസ് 3:16-17. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതാവണ്ണം വലിയതാകുന്നു. ഓക്കെ, അത് കിടന്നോട്ടെ, ഞാൻ വിശദീകരിക്കുന്നില്ല. സങ്കീർത്തനം 14:1. സങ്കീർത്തനം 14:1. 14-ാം സങ്കീർത്തനം 1-ാം വചനം. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു, അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. ഈ വാക്യം ശ്രദ്ധിച്ചോളാം. അതായത് നമ്മൾ ഏതെങ്കിലും പ്രവൃത്തികൾക്ക് ഇറങ്ങുമ്പോഴേ, നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ സമയത്ത് ഈ ദൈവത്തോട് ആലോചന ചോദിക്കണ്ടേ എന്നൊരു സംഭവം വരും. ദൈവത്തോട് ആലോചന ചോദിക്കണ്ടേ, ദൈവത്തോട് പ്രാർത്ഥിക്കണ്ടേ, ഉടൻ സാത്താൻ പറഞ്ഞു തരും അതിൻ്റെ കാര്യമൊന്നുമില്ല. നമ്മൾ സാധാരണ എല്ലാവരും ശ്രദ്ധിച്ചോളണം ഈ കാര്യം. അതിൻ്റെ കാര്യമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, കർത്താവ് നോക്കിക്കോളും, കർത്താവ് സഹായിച്ചോളും. ഇങ്ങനെ ഒരു പെട്ടെന്നൊരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ തലയ്ക്കകത്ത് വന്നിട്ട് നമ്മൾ അങ്ങ് ഇറങ്ങും. അബദ്ധമാണ്. ഒരു ദൈവ പൈതലിനെ പറ്റി ദൈവം അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. സത്യം പറഞ്ഞാൽ തുറന്നു പറയാം, കർത്താവിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ചെറിയ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട്, ഒരു കടയിൽ പോയി ഒരു സാധനം ഇന്ന് വാങ്ങിച്ചോട്ടെ കർത്താവേ എന്ന് ചോദിക്കുന്നതാണ് കർത്താവിന് ഇഷ്ടം. ഒരു സാധനം ഞാൻ പോയി ഇന്ന് വാങ്ങിച്ചോട്ടെ കർത്താവേ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ പൊന്നുപോലെ ദൈവം നിങ്ങളെ നോക്കിക്കോളും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് തിരിച്ചാണ്. അത് കർത്താവിൻ്റെ ഹിതമാണല്ലോ, അത് ഹിതമാണ്, നിങ്ങൾ കടയിൽ അരി വാങ്ങുന്ന ഹിതമല്ലേ, ഹിതമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ, കർത്താവേ ഇന്ന് പോട്ടെ ഞാൻ എന്ന് ചോദിക്കുന്ന രീതിയിൽ ദൈവം ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്. ഒരു കുഞ്ഞ് ഒരു വീട്ടിൽ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അപ്പൻ്റെ അമ്മയുടെ കീഴിൽ പടരുന്നൊരു കുട്ടി, അവനൊരു പേന വാങ്ങണം, കടയിൽ നിന്ന് വാങ്ങണം. പപ്പ പേന വാങ്ങാൻ ഞാൻ പൊക്കോട്ടെ ചോദിക്കില്ലേ? നോർമൽ അനുസരണമുള്ള ചെറുക്കനാണെങ്കിൽ അവൻ ചോദിക്കും. അപ്പോൾ പപ്പയുടെ ഇന്ന് പോകണ്ട, നാളെ രാവിലെ നീ പോകുന്ന വഴിക്ക് വാങ്ങിച്ചിട്ട് പോക്കോ, ഒരഭിപ്രായം തിരിച്ചു വരാം. അപ്പനോട് ചോദിക്കില്ലേ? ചോദിക്കും. അതുപോലെ റിലേഷൻഷിപ്പ്. ഒരു പേനയാവട്ടെ, ഒരു കടയിൽ പോകുന്ന സംഭവമായിട്ടെ, നിങ്ങൾ കർത്താവ് ഞാൻ ഇന്ന് പൊയ്ക്കോട്ടെ, നിനക്ക് ഹിതമാണോ എന്ന് ഉള്ളിലൊന്ന് ചോദിക്കാൻ കഴിഞ്ഞാൽ മറുപടി കിട്ടിയ രണ്ടാമത്തെ കാര്യമാണ്. അങ്ങനെ ആ റിലേഷനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു ചെറിയ കാര്യങ്ങളിൽ പോലും കർത്താവ് ഞാനിത് ചെയ്തോട്ടെ, ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ, ഞാനിത് ചെയ്തോട്ടെ. ഇങ്ങനെയാണ് ശരിയായ വിവേകം. പക്ഷേ ഇതിനെ തട്ടുന്നതാണ് സാത്താൻ. അത് കുഴപ്പമില്ല, അത് ദൈവഹിതമായിരിക്കും. ദൈവഹിതം തന്നെ. പിന്നെ ഇപ്പോൾ ദൈവം അറിയാതെ ഈ ഒരു ഡയലോഗിന് വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ തലയ്ക്കകത്ത്. ശ്രദ്ധിച്ചോ, ഇതിനൊന്ന് പൊളിച്ചെടുക്കാൻ പറ്റിയാൽ നിങ്ങൾ ഭയങ്കര ഉയരങ്ങളിലെത്തും.
മനസ്സിലായോ? ദൈവഹിതമായിരിക്കും, കുഴപ്പമില്ല. അല്ല, കർത്താവേ നിനക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് അതിനുള്ള സാധ്യത തുറന്നു തരണേ, അല്ലെങ്കിൽ എന്നെ തടയണേ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. ദൈവത്തിൻ്റെ ഹിതങ്ങൾ. അപ്പോൾ ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ഓ, ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് ആ മൂഢ്യത ഇരിക്കുന്നത് കേട്ടോ. ഒരു വാക്യം കൂടെ, സദൃശവാക്യം 17:24. സദൃശവാക്യം 17:24. ജ്ഞാനം ബുദ്ധിമാന്റെ മുൻപിൽ ഇരിക്കുന്നു, മൂഢന്റെ കണ്ണോ ഭൂമിയുടെ അറുതികളിലേക്ക് നോക്കുന്നു. ഒന്നുകൂടെ വായിച്ചത്. ജ്ഞാനം ബുദ്ധിമാന്റെ മുൻപിൽ ഇരിക്കുന്നു. മുൻപിൽ. ജ്ഞാനം ബുദ്ധിമാന്റെ മുൻപിൽ. മുൻപിൽ, തൊട്ട് മുമ്പിലുണ്ട്. എന്നിട്ട് അടുത്ത വായിച്ചേ. മൂഢന്റെ കണ്ണോ ഭൂമിയുടെ അറുതികളിലേക്ക് നോക്കുന്നു. മൂഢന്റെ കണ്ണ് ഭൂമിയുടെ അറുതികളിൽ. ഇങ്ങനെ പരതി നോക്കി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പരതി അവിടെ ഇവിടെ അത് ഇത് ഇങ്ങനെ നോക്കി എല്ലാം ചെയ്യാൻ നടക്കുകയാണ്. എല്ലാം അത് ചെയ്യുക, ഇത് ചെയ്യുക, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോ. അല്ല, നിൻ്റെ കണ്ണ് നിൻ്റെ തൊട്ട് മുൻപിലിരിക്കണം. മനസ്സിലായി? പരതരുത് ഇങ്ങനെ അത് ചെയ്യുക, ഇത് ചെയ്യുക, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോ, അവിടെ പോ, അവിടെ. മൂഢത. ജ്ഞാനിയുടെ കണ്ണ് ഇവിടെ തന്നെ ഇരിക്കും. തൊട്ട് മുമ്പിലിരിപ്പുണ്ട് അവൻ്റെ പരിജ്ഞാനം എല്ലാം വേദപുസ്തകത്തിനകത്ത്, വചനത്തിനകത്ത്, പ്രാർത്ഥനയ്ക്കകത്ത്, ദൈവത്തിനകത്ത്. അവിടെ ഇരിക്കണം എപ്പോഴും. ശ്രദ്ധ, നിങ്ങളുടെ കണ്ണുകൾ ദൂരേക്ക് പോകരുത്. നിങ്ങളുടെ കണ്ണ് ദൂരേക്ക് പോകരുത്. അപകടമാണ്. അതാണ് യൂട്യൂബ് തരുന്ന ഏറ്റവും വലിയ അപകടം. അതാണ്, ദൂരേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. പല കേസുകൾക്കകത്തും നിങ്ങളുടെ കയ്യിൽ എത്തിപ്പെടാത്ത, നിങ്ങളുടെ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ സ്വപ്നമാക്കി മാറ്റുന്നു. സത്യത്തിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല, എങ്കിലും നമ്മൾ സ്വപ്നമാക്കി മാറ്റുന്നു. അനേകം ആൾക്കാർ ഇതിൽ അപകടത്തിലാണ്. ഈ സാധനത്തിനകത്ത്, പ്രത്യേകിച്ച് ഫിനാൻസ് മേഖലയ്ക്കകത്ത് അനേകം ആൾക്കാർ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഇതിങ്ങനെ പല ആൾക്കാർ പല ഇഷ്ടങ്ങൾക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പട്ടി വളർത്തിയാൽ കൊള്ളാം, ചിലർ പന്നി വളർത്തിയാൽ കൊള്ളാം, കോഴി, ഇങ്ങനെ ഓരോന്നോരം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന കാണുമ്പോൾ രസം തോന്നുമ്പോൾ നമുക്കത് എളുപ്പം, നമുക്കത് പറഞ്ഞിട്ടില്ലെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ആരോ ചെയ്തപ്പോൾ കൊള്ളാം. നമ്മളതിനകത്ത് ഒത്തിരി ആൾക്കാർ ഈ അപകടം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. സാധാരണ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. ഇവരെ ജോലിക്കുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ എങ്കിലും ഇതൊരു സൈഡ് ബിസിനസ്സിനായിട്ട് ആൾക്കാർ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരാൾ രക്ഷപ്പെട്ട സാധനം കിട്ടുമ്പോൾ നമുക്കത് പറഞ്ഞിട്ടില്ല. നിൻ്റെ കണ്ണ് ഭൂമിയുടെ അറുതി പോകരുത്, അങ്ങ് വൈഡായിട്ട് ഓടരുതേ കണ്ണേ. അത് ഇതെന്നൊക്കെ നമ്മളെ പ്രലോഭിപ്പിക്കുന്നത്, ടെംപ്റ്റ് ചെയ്യുന്നു, നമ്മളെ ചെന്ന് വീഴ്ത്തുന്നു. അതിനകത്ത് അവിടെ ചെയ്യും, ഇത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കോഴ്സ് എടുക്കരുത്. അബദ്ധമാണ് അത്. ഇങ്ങനെ ഭൂമിയുടെ അറ്റത്തോളം ഇങ്ങനെ പരതി നടക്കല്ലേ, അതെടുക്കാം ഇതെടുക്കില്ല. നിൻ്റെ കണ്ണ് ഇവിടെ നിൽക്കണം, തൊട്ടടുത്ത് നിൽക്കണം. പരതി എത്തി നോക്കല്ലേ, ഇവിടെ നിൽക്കണം. ഇവിടെ നിന്നിട്ട് പരിജ്ഞാനം വേദപുസ്തകത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ജ്ഞാനത്തിലൂടെ സ്വർഗം നിൻ്റെ അകത്ത് നിന്നെപ്പറ്റി പദ്ധതി വെച്ചിട്ടുണ്ട്. നീ എങ്ങോട്ട് മൂവ് ചെയ്യണം, എന്ത് ചെയ്യണം, എന്ത് ജോലി ചെയ്യണം, എന്ത് പഠിക്കണം, എന്ത് ബിസിനസ് ചെയ്യണം, കർത്താവ് വെച്ചിട്ടുണ്ട്. അത് തൊട്ടടുത്ത് അടുത്ത് നിൽക്കണം. ദൂരേക്കോടല്ലേ ഓടി അബദ്ധവും. ചിന്തകൾ പരതി പോരുതേ. മനസ്സിലായോ? അത് അപകടമാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ജ്ഞാനം. എനിക്കതാണോ കർത്താവേ, അതോ നിൻ്റെ ഹിതം അല്ലേ? ഇത് അറിയണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്. ലോകത്തോട് ഇത് പറയാൻ പറ്റില്ല നമുക്ക്. ദൈവഹിതം അറിഞ്ഞ് ഇറങ്ങാവൂ എന്ന് പറയുന്നത് നിങ്ങളോടാണ്, ലോകം മുഴുവനല്ല. ദൈവമക്കളോട് ഞാൻ എന്നോട് പറയുന്നു, കർത്താവേ നിൻ്റെ ഹിതമല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവല്ലേ, ഒരു നിമിഷം പോലും നിൻ്റെ ഹിതമല്ലാത്തൊരു ലൈഫ് ഉണ്ടാവരുതേ. ഒരു കാര്യം നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നിൻ്റെ ഹിതമല്ലാതെ ആവല്ലേ എന്നും ഒരു പ്രാർത്ഥനയാണ്. അബദ്ധങ്ങളും തെറ്റുകളൊക്കെ നമ്മളിലെല്ലാം സംഭവിക്കാം. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന ഇതായിരിക്കണം. ഒരിക്കലും നിങ്ങളെ തോൽപ്പിക്കത്തില്ല. ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിനകത്ത് ഹെരോദാവുമായി ബന്ധപ്പെട്ട് വരുന്ന സ്പിരിറ്റ്, അതിനകത്ത് ഒന്ന് ജഡമോഹമാണ്, അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കണം. 2 തെറ്റ് തിരുത്താൻ താല്പര്യമില്ലാത്ത കഠിന ഹൃദയമാണ്, അങ്ങനെ വരരുത്. മാനസാന്തരപ്പെടാനുള്ള ഹൃദയമുണ്ടാവണം. പാപം ഏറ്റുപറയണം, സമ്മതിക്കണം. 3 നമ്മൾ പറഞ്ഞു, വചനത്തിൻ്റെ വായ് അടച്ച് കളയരുത്. പറയുന്ന ആൾക്കാർക്കെതിരെയല്ല, വചനം ശ്രദ്ധിച്ച് നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ അതിനെ ഹൃദയത്തിനകത്തെടുക്കണം. നമ്മൾ കേട്ടതുകൊണ്ട് മാത്രമായില്ല, ഹൃദയത്തിനകത്തെടുത്തിരിക്കണം. 4 ഞാൻ പറഞ്ഞു, വിവേകശൂന്യമായ ഒരു ജീവിതം നമുക്കുണ്ടാവരുത്, എങ്കിൽ നിങ്ങളുടെ ദേശം നശിക്കും. ഈ ഹെരോദാവ് എന്ത് സംഭവിച്ചു? അദ്ദേഹം ഈ പെങ്കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞത് കാരണം, ഈ പെങ്കൊച്ചിനാണെങ്കിൽ ഒന്നും അറിഞ്ഞൂടാ. അവൾ ചെന്ന് അമ്മയോട് ചോദിക്കുന്നു. അപ്പോൾ അമ്മയാണ് ഇവിടെ നോക്കിയിരിക്കുക, തക്കം പാർത്തിരിക്കണം, അയാൾ തട്ടിക്കളയാനായിട്ട്. അമ്മ പറഞ്ഞു കൊടുത്തു, അതിൻ്റെ തലഞ്ഞ് വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അപ്പോൾ ചെന്ന് ഈ പെങ്കൊച്ച് അപ്പനോട് ചെന്ന് പറയുന്നു, യോഹന്നാൻ്റെ തലയെടുക്കാൻ പറഞ്ഞു. സത്യത്തിൽ ഹെരോദാവിന് അയാളെ കൊല്ലണം ഇഷ്ടമല്ലായിരുന്നു, അല്ലേ? അയാൾ നീതിമാനാണ്, നല്ലവനാണ്, അയാളെ പ്രസംഗം കേട്ടു, കാത്തുകൊണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. പക്ഷേ വാക്ക് പറഞ്ഞു പോയി, വിവേകശൂന്യമായി സംസാരിച്ചു പോയി. അത് വാക്ക് പാലിച്ചേ പറ്റൂ. രാജാവിൻ്റെ തല കൊടുക്കാൻ ഈ പെങ്കൊച്ചിൻ്റെ ഡാൻസ് കണ്ട് മതിമറന്നൊരു മനുഷ്യൻ, ഇങ്ങനെ ജഡീകതകൾ കണ്ട് മതിമറന്നൊരു മനുഷ്യനാണ് ഹെരോദാവ്. ഒരു പെങ്കൊച്ചിൻ്റെ ഡാൻസ് കണ്ടപ്പോൾ അകത്തിങ്ങനെ ആനന്ദം കൊണ്ട് തുള്ളി. മറ്റേ എലിസബത്തിൻ്റെ മറിയയുടെയും ആനന്ദം അല്ല ഇത്, മറ്റേ വേറെ ആനന്ദമാണ്. അകത്ത് വന്ന് തുള്ളി. ജഡത്തിൻ്റെ ആനന്ദം, ജഡീകത, ലൈംഗികത, അതായിരുന്നു ഡാൻസിലൂടെ അദ്ദേഹത്തിനുള്ളിനകത്ത് പ്രവേശിച്ചു വന്നത്. ഒരു പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ വടുവിൻ്റെ നൃത്തം കണ്ടപ്പോൾ അയാൾ ഇളകിയോ പറഞ്ഞ് നിനക്ക് എന്ത് വേണോ തരാം, രാജ്യത്തിൻ്റെ പകുതിയും, പോഷൻ. അങ്ങനെ ഒരു മനുഷ്യനെ തലവിട്ടാൻ കാരണമായി തീർന്നത് ഈ പോഷത്വമാണ്. പ്രിയരെ, നമ്മുടെ പോഷത്വമായ തീരുമാനം ലൈഫ് സ്പോയിലായി പോവും. നമ്മുടെ തലമുറയുടെ ലൈഫ് നശിച്ചു പോകും, നമ്മുടെ സമ്പത്ത് നശിച്ചു പോകും, നമ്മുടെ ആരോഗ്യം നശിച്ചു പോകും. അപകടങ്ങൾ ചെന്ന് വീടല്ലേ. സൂക്ഷിച്ച് കാര്യങ്ങൾ വിവേകത്തിൽ ഉപയോഗിക്കുക. നിർത്തുന്നു. ദൈവം ഈ വചനത്തിലൂടെ ഈ ആഴ്ചകളിൽ
നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ കാര്യത്തിൽ എല്ലാവരും വിടുതൽ പ്രാപിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.